സംഭവബഹുലമായിരിക്കുന്നതായ ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോകുവാൻ കൊണ്ണം ഇടയാക്കി തീർത്തു. An eventful year has passed away from us. സർവശക്തനായ ദൈവം 2023 വർഷത്തിന്റെ ആരംഭം കണ്ടതായ അനേകർക്ക് അവസാനം കാണുവാൻ കഴിയാതെ അവരവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതായ അവകാശത്തിലേക്ക് ചേർത്തുകൊള്ളപ്പെട്ടപ്പോൾ, when many people who saw the starting of the year 2023, they were not able to see the end of it and they got departed from this world. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഇന്നും ജീവനോടെ സൂക്ഷിച്ചിരിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കുകയാണ്. I praise the Lord immensely for the mercy that the Lord has shown us to stay in the land of the living in a living way. ഈ 2024 വർഷത്തിന്റെ പ്രാരംഭ സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു കൺവെൻഷനും സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി നൽകി തരികയുണ്ടായല്ലോ. At the very outset of the year 2024, the Lord has granted us such a convention. ഈ കൺവെൻഷനോടുള്ളതായ ബന്ധത്തിൽ ഈ കൺവെൻഷനെ കുറിച്ച് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അറിഞ്ഞും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചും ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. In the sweet and precious name of our Lord and Savior Jesus Christ, we convey our love and greetings to all and sundry who've known about this convention and paid visit here. ലോകം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. The world is limping on to an ominous stage. എവിടെ നോക്കിയിരുന്നാലും അസമാധാനം അലതല്ലിക്കൊണ്ടിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. Turn your eyes anywhere and restlessness and peacelessness is making its turmoil. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പെരുകി വന്നുകൊണ്ടേയിരിക്കുന്നു. Hardships and difficulties are mounting today. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതിന് വിവിധ നിലകളിൽ രാഷ്ട്രീയ നേതാക്കൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. To find a solution to the hostile atmosphere, the nations and the rulers are toiling hard. ഏതെല്ലാം വിധത്തിൽ പരിശ്രമിച്ചിട്ടും അതിനെ ഒരു പരിധിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവർ ആഗ്രഹിക്കുന്നത് പോലെ സാധിക്കാതെ പോകുകയാണ്. Though they attempted in a strenuous manner, they're not able to quieten things according to their wish. ആയതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിരുവചനത്തിലൂടെ ഇപ്രകാരം നമുക്ക് കേൾക്കുവാൻ ഇടയാക്കി തീർന്നു. Therefore last night from the word of God we were able to hearken. സംഭവിപ്പാനുള്ള സകലത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരുമായി തീരേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ഓർപ്പിക്കുകയുണ്ടായി. It was reminded, watch and pray always, that ye might escape all those things that shall come to pass and to stand before the Son of Man. നമ്മുടെ കാലത്തോ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തോ സംഭവിച്ചിട്ടില്ലാത്തതിൽ അധികമായ വിഷയങ്ങൾ ഇനിയും സംഭവിപ്പാൻ പോവുകയാണ്. Things that will transcend those things that are quite unprecedented in our days or in the days of our forefathers are going to meet man. വരുവാൻ പോകുന്ന നിത്യന്യായവിധിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുവിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ ദൈവത്തോടു കൂടെ കാണപ്പെടുവാൻ തക്കോണം ആഗ്രഹിച്ചുകൊണ്ട് ദൈവിക ആലോചന പ്രകാരം ജീവിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. To evade the impending judgment and punishment and to lead our lives based on the will of God, let us desire. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന നല്ലൊരു പിതാവ് ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. There is a good father with us who is able to satisfy the desiring soul. അതെ, ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ ഇടയാക്കി തീർത്തല്ലോ. Just now we were able to listen to a blessed testimony. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ അത്ഭുതങ്ങൾ എത്ര വലിയത്. How great are those wonders and the miracles that Lord effected in his life. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? Is there anything that is impossible with our God? യഹോവയാൽ കഴിയാത്തതായ ഒരു കാര്യവുമില്ല. No, nothing is impossible with our God. ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വലിയ പ്രവർത്തിപ്പാൻ അവൻ ശക്തൻ. Not just in his life, in the life of all of us, the Lord is capable to do mighty things. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe? വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. അതെ, പ്രവർത്തിപ്പാതിരിപ്പാൻ തക്കവണ്ണം തന്റെ കരം കുറുതായി പോയിട്ടില്ല. Yes, his hand is not shortened, not enough to work. കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം തന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. His ears are deaf, not enough to hear. ഇന്നും വൻ കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. Even today he is able to do tall things. ആ ദൈവത്തിൽ മറിഞ്ഞിരുന്നു കൊണ്ട് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവഹിത പ്രകാരം മുൻപോട്ട് പോകുവാൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന മനോഹര നഗരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജയത്തോടെ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കാം. Let us desire to hide ourselves in that Lord and keep our lives according to his will and to inherit that beautiful land that is prepared for us. സത്യവേദ പുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചന ഭാഗം വായിച്ച് അല്പം ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. Trusting in the grace of God, I'm delighted to read a portion from the scripture, narrate a few things therefrom and wind up my part. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-10 വേദഭാഗങ്ങൾ വായിക്കാം. Let us read from the book of Revelation chapter 21 verses 9 and 10. വരിക
കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Gratefully I thank the praise of the Lord. 66 പുസ്തകങ്ങൾ അടങ്ങിയതായ സത്യവേദ പുസ്തകത്തെ 2 ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ തിരിച്ചു പഠിക്കാൻ കഴിയും. This holy Bible that comprises of 66 books can be categorized into അതെ, 2. ഒന്ന് പഴയ നിയമമെന്നും 2 പുതിയ നിയമമെന്നും തിരിച്ചു പഠിക്കുവാൻ കഴിയും. The first one is the Old Testament and the second one is the New Testament. പുതിയ നിയമ വേദഭാഗത്തെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. The sole prophetical book in the New Testament is the book of Revelation. ഈ വെളിപ്പാട് പുസ്തകം എഴുതുവാനുണ്ടായ പശ്ചാത്തലവും എഴുതിയതാരെന്നും വ്യക്തമായിട്ട് ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണുവാനിടയായി തീരുന്നു. In the book of Revelation itself it is recorded in unambiguous terms who is the author of the book of Revelation and the backdrop of this writing. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ മുഖാന്തരമാണ് ഇത് എഴുതുവാനിടയായി തീർന്നത്. Through Apostle John, the disciple of love, one among the 12 chosen by God, this was written. യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്തെ പ്രകാരം പറയുന്നു, തന്റെ ദാസനായ യോഹന്നാന് സർവശക്തനായ ദൈവം തന്റെ ദൂതൻ മുഖാന്തരം അത് പ്രദർശിപ്പിച്ചു കൊടുത്തു. In the book of Revelation, the introductory verse, it's written, the revelation of Jesus Christ, which God gave unto him to show unto his servants things that must shortly come to pass. 4-ാം വാക്യത്തിൽ പറയുമ്പോൾ യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്ക് എഴുതുന്നതെന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. And in verse number 4, it is written, John to the 7 churches which are in Asia. 9-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോഴും യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലായിരുന്ന സന്ദർഭത്തിൽ ഇത് വെളിപ്പെടുത്തി കൊടുത്തതായിട്ടും താൻ മുഖാന്തരം ഇത് രചിച്ചതായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. And in verse number 9 it's brought into light, I John whom also am your brother and companion in tribulation. So it's evident that John is the writer. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ എന്ന് താൻ എടുത്തു പറയുകയാണ്. In Revelation chapter 22 the 8th verse, it is affirmed that I John saw these things. അതിന്റെ 9-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, കഷ്ടതയിലും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് എടുത്ത് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. In verse number 9 it is written that John who am also your brother and companion in tribulation in the kingdom and the patience of Jesus Christ was in the Isle of Patmos. സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാന് അതേ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെടേണ്ടതായ ഒരു സന്ദർഭം ജീവിതത്തിൽ വന്നുചേരുകയുണ്ടായി. A context arrived in the life of John the disciple of love when he was exiled to the island of Patmos. അതെ, പ്രാരംഭകാല ദൈവസഭയ്ക്ക് വളരെയധികം പീഡകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം മുൻപിൽ വന്നുചേർന്നു. The church of God in the first century had to go through numerous trials and tribulations. AD 54 മുതൽ AD 68 വരെ ഭരിച്ചിരുന്നതായ റോമൻ ഭരണാധിപനായിരുന്ന നീറോ ചക്രവർത്തിയുടെ കാലയളവിൽ ഒന്നാമത്തെ പീഡ അഴിച്ചുവിടുവാൻ തക്കോണം ഇടയായി തീർന്നു. During the reign of Emperor Nero, who ruled from AD 54 to 68, he unleashed the first chain of tribulation. AD 80 മുതൽ AD 96 വരെ ഭരിച്ചിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലയളവിൽ രണ്ടാമത്തെ പീഡ അഴിച്ചുവിട്ടതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. And under the regime of Emperor Domitian, who reigned from AD 80 to 96, the second chain of tribulations was unleashed. ഒന്നാമത്തെ പീഡയിൽ ഏതാണ്ട് 40,000-ത്തിലധികം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ചരിത്രം പറയുന്നത്. The chronicles of history proclaim that in the first part of the tribulation almost 40,000 Christians were mobbed away from the face of the earth. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലയളവുകളിലും പീഡ അഴിച്ചുവിട്ടപ്പോൾ അതേ അനേകം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുവാൻ തക്കോണം ഇടയാക്കി തീർത്തു. And during the era of Domitian, when he unleashed the tribulations, many Christians were killed. അക്കൂട്ടത്തിൽ ഈ പ്രിയ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരുന്നതായ യോഹന്നാനെയും പിടിക്കുവാനിടയായി തീർന്നു. And in that band they took hold of the apostle of love, which was John. ചരിത്രത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം എടുത്തു പറയുന്നു, When we analyze the scrolls of history, it said, തന്നെ ലോകത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതിന് ഒരു കുട്ടകം തിളച്ച എണ്ണയിലേക്ക് ജീവനോടെ പിടിച്ചിടുവാനിടയാക്കി തീർത്തു. alive he was immersed in a
boiling pot of oil to take him away from this world. എന്നാൽ എന്റേതായ വാക്കുകളിൽ പറഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ നീന്തി കുളിക്കുന്നത് പോലെ അതിനകത്ത് ഒന്നും ചെയ്യുവാൻ കഴിയാതെ സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. But in my words I would say that he was swimming, enjoying just like in a cold water, and he came out victoriously. ഇത് കണ്ട് ഭയപ്പെട്ടതായ ഭരണാധികാരികൾ അതേ ഭയപ്പെട്ട് തന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന ആളുകളെ നാടുകടത്തേണ്ടതിനായിട്ട് ഉപയോഗിച്ചിരുന്ന പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തുവാൻ ഇടയാക്കി തീർത്തു. Now the rulers who are panic stricken on seeing this, they are exiling him into the island of Patmos, where the traitors are sent away. അവിടെ ചെന്ന് ചേർന്ന ശേഷമായിട്ട് ഏകനായി അതിനാ ദ്വീപിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുവാൻ ഇടയായി തീർന്നു. While he was there in solitude, he was roaming about in the island. അവിടെ ചുറ്റിക്കറങ്ങുന്നതായ സന്ദർഭത്തിൽ തനിക്ക് മുൻപേ നാടുകടത്തപ്പെട്ട പലരുടെയും അസ്ഥികഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നത് തന്റെ കണ്ണിൽ കാണുവാൻ ഇടയായി. And while he was loitering over there, he saw the bones of the ones who were dead before him. പാറക്കെട്ടുകളാൽ നിറഞ്ഞിരിക്കുന്നതായ അതിനിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുറ്റിക്കാടുകളുടെ ഇടയിൽ നിന്ന് നരികളുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു. Among the shrubs that were sprouting beneath the rocks, he was able to listen to the voices of the creatures. എന്റേതായ ഭാവനയിൽ പറഞ്ഞാൽ അവിടെ വളർന്നു നിൽക്കുന്നതായ അതേ പനവൃക്ഷങ്ങളുടെ മുകളിൽ ഇരുന്നുകൊണ്ട് കഴുകന്മാർ ശബ്ദം കൂട്ടുന്നു, കലപല ശബ്ദം കൂട്ടുന്നു. My imagination shows before me those eagles and the vultures who were waiting upon the pine trees screeching. ഇവയെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന യോഹന്നാനെ നോക്കി ആ കഴുകന്മാർ ഇപ്രകാരമായിരിക്കാം പറഞ്ഞത്, അതേ യോഹന്നാനെ നിന്റെയും അവസ്ഥ ഇത് തന്നെ. And on seeing John, he was walking about in that place, the eagles might have said, "Hey John, this is going to be your fate as well." ഇതൊന്നും കണ്ട് ഭയപ്പെടാതെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് കർത്തൃ ദിവസമായപ്പോൾ താൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി. John never shuddered. He wasn't scared. He hearkened to the voice of God that said, "Lo, I'm with you even unto the end of the world." And in the day of the Lord, he knelt down in the presence of God. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയതായ യോഹന്നാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞ് സംസാരിച്ച് ആത്മാ വിവിശതയിലായി തീരുവാനിടയായി തീർന്നു. John, who kneeled in the presence of God, prayed incessantly, and finally he got filled in the Spirit and he became in the Spirit. അതെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാ വിവിശതയിലായി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. In Revelation, the first chapter, the 10th verse, it's highlighted, "I was in the Spirit on the Lord's day." കർത്തൃ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു ദിവസമാകുന്നു? Which is the Lord's day? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളെന്ന് പഠിപ്പാൻ കഴിയുന്നുണ്ട്. That's the first day of the week in which Lord Jesus Christ rose up from the dead. ആ ദിവസം താൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ആത്മാ വിവിശതയിലായി തീരുവാൻ ഇടയാക്കി തീർത്തു. And on that day he knelt down in the presence of God and he was in the Spirit. അപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്നതായ അവസ്ഥയിൽ കാണേണ്ടതുപോലെ കാണുവാനും ഭാവിയിൽ നടക്കേണ്ടതായ സംഭവങ്ങളെ കുറിച്ച് ഗ്രഹിക്കുവാനും തനിക്കിടയാക്കി തീർത്തു. That time Lord Jesus Christ, who rose up from the dead, appeared before him and he was informed about the present things and the things that shall come to pass in future. ആരംഭത്തിൽ തന്നെ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ഇടയാക്കി തീർത്തിരുന്നല്ലോ. At the introduction I reminded you already. പുതിയ നിയമ വേദഭാഗത്തെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് ഓർപ്പിക്കുകയുണ്ടായല്ലോ. The sole prophetical book in the New Testament is the book of Revelation. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിപ്പാൻ പോകുന്നതുമായ അനേകം കാര്യങ്ങൾ എടുത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. In the book of Revelation it is unveiled those things that have already come to pass, that's going on and that will happen in the future. എല്ലാം പഠിക്കണമെങ്കിൽ വളരെ ദിവസങ്ങൾ തന്നെ ഏറ്റവും ആവശ്യമായിരിക്കുന്നു. If you want to study everything, there's detailed time that's needed. എങ്കിലും വായിച്ച വേദഭാഗത്തോട് ചേർന്ന് അല്പം ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. From the word of God that we read, I'm planning to read a few things, highlight a few things and wind up my portion. 21-ാം അധ്യായത്തിലെ 9-10 വേദഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ in chapter 21 verses 9 and 10, ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് തന്നോട് ഇപ്രകാരം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. one of the angels proclaimed unto him, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. Come hither, I will show thee the bride, the lamb's bride. അതെ, സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാനെ
ആത്മവിവിശതയിൽ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇടയാക്കി തീർത്തു. The disciple of love John was lifted up in the spirit and he was taken to a lofty place. അപ്പോൾ യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നതായി തനിക്ക് കാണിച്ചു കൊടുക്കുവാൻ ഇടയാക്കി തീർത്തു. And it was shown unto him the great city, holy Jerusalem, descending out from heaven with all glory. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിവിശതയിൽ ഉയരത്തിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു പട്ടണം ദൈവ തേജസ്സുള്ളതായിട്ട് ഇറങ്ങുന്നതായി കാണിച്ചു കൊടുത്തു. It was told unto John, I will show thee the bride, the lamb's wife, and he was in the spirit taken to a lofty place, and a city descending down was shown to him. സാധാരണ ഭാഷയിൽ ചോദിച്ചാൽ കുഞ്ഞാടിനൊരു കാന്ത അല്ലെങ്കിൽ ഒരു മണവാട്ടി ഉണ്ടോ? In ordinary terms we would ask, does the lamb have a wife? അങ്ങനെ ഒരു മണവാട്ടി ഉണ്ടെങ്കിൽ ആ മണവാട്ടി ഒരു പട്ടണമായിട്ടാണോ കാണിച്ചു കൊടുത്തിരിക്കുന്നത്? If there is such a wife, is that wife showed as a city? വിവരിപ്പാൻ വളരെയധികം ഉണ്ട്. There are plenty to elaborate. രത്നച്ചുരുക്കമായിട്ട് ഇപ്രകാരം പറയട്ടെ. But let me say it in concise terms. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ 30-ലധികം പ്രാവശ്യം വ്യക്തമായിട്ടും പരോക്ഷമായിട്ടും കുഞ്ഞാട് എന്ന് ചിത്രീകരിച്ചിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട്. Across the word of God, more than 30 times Lord Jesus Christ in inexplicable and unexplicable terms it's explained that he is the lamb. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. I will show you the lamb's wife. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്നതായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് മറ്റൊരു ഭാഗത്തൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. If so, in another angle we must introspect that the Lord is going to show us the wife of our Lord Jesus Christ. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ തന്നോടുകൂടെ ഇരിക്കേണ്ടതായ തന്റെ ജനത്തെ ചേർക്കുവാൻ വീണ്ടും താൻ വരും. If so, at the coming of Lord Jesus Christ, he is going to return to gather those who are to be with him. അതെ, എനിക്ക് ഈ സായാഹ്ന വേളയിൽ നിങ്ങളെ ഓർപ്പിക്കാനുള്ളതായ ഒരു ഭാഗം എന്തെന്ന് ചോദിച്ചാൽ യേശുവിനോട് കൂടെ ഇരിക്കുന്ന ഒരു സഭയെ ചേർക്കുവാൻ താൻ വീണ്ടും വരും. During this evening, I ought to remind you that Christ is going to return to gather a church that is going to sit with him. ആ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്നതായ പ്രധാന ഭാഗമാണ് പുതിയ യെരുശലേം എന്നുള്ളതായ അതേ ആത്മീക വീക്ഷണത്തിൽ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരമായി മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നത്. The supreme portion that is prepared for that bride of the church is the New Jerusalem in the spiritual vision. നമ്മുടെ യേശുനാഥൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുവാൻ ഇടയാക്കി തീർത്തു. Before Master Jesus ascended to heaven, looking at the disciples, he explained. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, when we turn to John's Gospel, the 14th chapter, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. There are plenty of mansions in my father's abode. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. If it weren't so, I would have told you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. I'm going to prepare a place for you. സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. And if I go and prepare a place for you, I will come again and receive you unto myself. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ നഗരമാണ് പുതിയ യെരുശലേം എന്നുള്ളതായ വിശുദ്ധ നഗരം എന്നുള്ളത് പഠിപ്പാൻ കഴിയുന്നുണ്ട്. Such a gorgeous city that the Lord is preparing for us is the holy city New Jerusalem. അതുകൊണ്ടാണ് 102-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ മുഖാന്തരമായിട്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു. In Psalm chapter 102, the 15th verse, the psalmist called out, യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ചെയ്യും. the Lord shall build Zion and he will appear in his glory. 147-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം പരിശോധിക്കുമ്പോൾ പറയുന്നു യഹോവ യെരുശലേമിനെ പണിയുന്നു. In Psalm 147, the 2nd verse, it's written, the Lord is building Jerusalem. യഹോവ യെരുശലേമിനെ പണിയുന്നു. The Lord doth build up Jerusalem. സിയോനും യെരുശലേമും രണ്ടല്ല ഒന്ന് തന്നെ, പക്ഷേ രണ്ട് അനുഭവമാണ്. Zion and Jerusalem are not two different things, but it's a single experience. ഈ രണ്ട് സ്ഥാനത്തെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്റെ മണവാട്ടി എന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും. Blending these two things together, it can be called as the bride of Christ. ഈ രണ്ട് സ്ഥാനവും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം ഒരുക്കുന്നതായ പുതിയ യെരുശലേം എന്നുള്ളത് വ്യക്തമായി നമുക്ക് പഠിപ്പാൻ കഴിയുന്നുണ്ട്. Combining these two places, it is the New Jerusalem that the Lord is speaking about. വിവരിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കമായി പറഞ്ഞു മുൻപോട്ട് നീങ്ങട്ടെ. As time doesn't permit to detail it, let me move on. നമുക്ക് വേണ്ടി മനോഹരമായ ഒരു നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. A sublime city is prepared for us. അതിന്റെ പണി പൂർത്തീകരിച്ച ശേഷമായിട്ട്
ആ സ്ഥാനത്ത് നമ്മെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നമ്മെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. Once the construction is perfected to take us over there, the Lord is going to return once again. 132 സങ്കീർത്തനത്തിന്റെ 13-14 വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ In Psalm 132, the 14th and the 15th verses, സങ്കീർത്തനക്കാരൻ മുഖാന്തരമായിട്ട് ഇപ്രകാരം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. through the psalmist it is heralded. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. For the Lord had chosen Zion, he had decided for his habitation. അത് എന്നേക്കും തന്റെ വിശ്രാമമാകുന്നു. This is my rest forever. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കുക, ഞാൻ അവിടെ വസിക്കുമെന്നെടുത്ത് പറയുകയാണ്. Here will I tell, for I have decided it. ദൈവനാമത്തിന് മഹത്വം. Praise be to the name of യഹോവ God. സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. The Lord had chosen Zion, he has decided for his habitation. അതെ, 48 സങ്കീർത്തനത്തിലെ 2-ാം വാക്യത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ In Psalm 48, the 2nd verse, സങ്കീർത്തനക്കാരൻ മുഖാന്തരമായിട്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു. through the psalmist it's brought to light. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു എന്നെടുത്ത് പറയുകയാണ്. Beautiful for situation. The joy of the whole earth is Mount Zion on the sides of the north, the city of the great King. ദൈവനാമത്തിന് മഹത്വം. Glory be to the name of God. അതെ, പെന്തക്കോസ്ത് ലോകത്തിൽ, അതെ വേർപെട്ട പെന്തക്കോസ്ത് ലോകത്തിൽ ഒരു പ്രധാന ശുശ്രൂഷകൻ അതേക്കുറിച്ച് ഇപ്രകാരം എടുത്തു പറയുവാൻ ഇടയായി തീർന്നു. ഇത് അക്ഷരിക സിയോൻ അല്ല, ഇത് ആത്മീകമായിട്ടുള്ള ഒരു സിയോൻ നഗരമാണെന്നുള്ളത് അതേ എടുത്തു പറയുവാൻ ഇടയാക്കി തീർത്തിട്ടുണ്ട്. In the separated Pentecostal world, a saint of God said that this is not literally Zion, but this is the spiritual Zion. അതെ, പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന മനോഹരമായ ഒരു വാസസ്ഥലമാണ് പുതിയ യെരുശലേമും സിയോനും എന്നുള്ളത് പഠിപ്പാൻ കഴിയുന്നു. New Jerusalem and Zion is the beautiful habitation that is prepared for the New Testament church. ഈ സായാഹ്നവേളയിൽ നിങ്ങളെ എനിക്ക് ഓർപ്പിപ്പാനുള്ളതായ ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, Tonight, I would like to remind you one thing. ആത്മാ മണവാളനായിരിക്കുന്ന കർത്താവ് പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്ന ജനത്തെ ചേർക്കുവാൻ വെളിപ്പെടുമ്പോൾ തന്നോടുകൂടെ കാണപ്പെടണം. ആ പുതിയ യെരുശലേമും സിയോനുമാകുന്ന വിശുദ്ധ നഗരത്തിൽ വസിപ്പാൻ പ്രാപ്തരായി തീരണം. When the bridegroom Jesus Christ returns to collect those who are without sin, to take them unto that beautiful mansion, we must be found in those cities. അതിനായിട്ട് എത്ര പേർ ആഗ്രഹിക്കുന്നു? How many of you desire for it? അതിനായിട്ട് എത്ര പേർ ആഗ്രഹിക്കുന്നു? How many of you long for it? ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മുൻപിലിരിക്കുന്നവരും പുറകിലിരിക്കുന്നവരും കരങ്ങളെ ഉയർത്തിയവരല്ലേ പറഞ്ഞാട്ടെ. Hallelujah. ദൈവനാമത്തിന് മഹത്വം. Glory be to the name of God. തിരുവചനത്തോട് ചേർന്ന് നാം പരിശോധിക്കുമ്പോൾ In connection with the word of God, വേദപുസ്തകത്തിൽ കാണപ്പെടുന്ന ഓരോ നഗരങ്ങൾക്കും വിശേഷിപ്പിക്കപ്പെട്ടതായ അനുഭവങ്ങളുണ്ട്. each city in the word of God has got its own unique experience. അതിന് നല്ല സ്വഭാവങ്ങളുമുള്ളതായി, അതിന് അതിൻ്റെതായ സ്വഭാവങ്ങളുമുള്ളതായി തിരുവചനത്തോട് ചേർന്ന് പഠിപ്പാൻ കഴിയുന്നുണ്ട്. It has got special and fine characteristics, says the word of God. ആത്മീകമായി ഒരു സിയോനും യെരുശലേമുമാകുന്നതായ ഒരു നഗരത്തെ കുറിച്ച് ഭാഗികമായിട്ട് ഓർപ്പിച്ചപ്പോൾ തന്നെ, Even when I reminded you about a spiritual New Jerusalem and Zion, അതിന്റെ നിഴലായിട്ടുള്ളതായ യെരുശലേമിനെ കുറിച്ചും സിയോനെ കുറിച്ചും ഭാഗികമായിട്ടൊന്ന് ചുരുക്കമായി ഓർപ്പിച്ചുകൊള്ളട്ടെ. let me remind you about New Jerusalem and Zion, which is a shadow of the above mentioned. ആ യെരുശലേമിനോട് ബന്ധപ്പെട്ടതായ മറ്റൊന്ന് രണ്ട് രാജ്യങ്ങളെ കുറിച്ചും നിങ്ങളെ ഭാഗികമായിട്ട് ഓർപ്പിപ്പാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. Trusting in the grace of God, I am delighted to partially remind you about a couple of countries connected along with this. യെരുശലേം എന്ന നഗരത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ ഏതാണ്ട് 812 പ്രാവശ്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. In the word of God, around 812 times it's mentioned about New Jerusalem. അപ്പോൾ തന്നെ യെരുശലേം എന്ന വാക്കുകൾ ഇല്ലാത്തതായ പുസ്തകങ്ങളും 66 പുസ്തകത്തിനോട് ഇടയിലുള്ളതായിട്ടും മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നു. Meanwhile, across the 66 books, we can come across those books that aren't evidently mentioning about Jerusalem. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അങ്ങനെ കാണുന്നില്ല. In the book of Job, we do not come across it. ഹോശേയ പ്രവചനത്തിൽ കാണുന്നില്ല. Nor in the book of Hosea. യോനയുടെ പ്രവചനത്തിൽ കാണുന്നില്ല. Nor in the book of Jonah. നഹൂം, ഹബക്കൂക്ക് തുടങ്ങിയതായ പുസ്തകങ്ങളിൽ കാണുന്നില്ല. Nor in the book of Nahum and Habakkuk. ഹഗ്ഗായിയുടെ പുസ്തകത്തിലും യെരുശലേം എന്ന ഒരു വാക്ക് കാണുവാൻ കഴിയുന്നില്ല. Even in the book of Haggai, we do not come across the term എങ്കിലും Jerusalem. ബാക്കി പുസ്തകങ്ങളിൽ ഉടനീളം ഇതേക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ കഴിയും. Howbeit, across all the other books, it's mentioned. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. തിരുവചനത്തിലുടനീളം നാം പരിശോധിക്കുമ്പോൾ When we scan through the word of God, ഈ ലോകത്തിൽ തന്നെ കാണപ്പെടുന്നതായ യെരുശലേം കേന്ദ്രമാക്കി അതേ സർവശക്തനായ ദൈവം ഭരിപ്പാൻ പോകുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. the time is galloping closer when the Almighty God is going to rule over the area centering around the physical Jerusalem. ഇസ്രായേലിലെ പ്രധാന രാജാക്കന്മാരിൽ ഒരാളായിരുന്ന ദാവീദിന്റെ കാലയളവില്
ആ സിയോനും യെരുശലേമുമാകുന്നതായ നഗരത്തെ പിടിച്ചടക്കുവാൻ തക്കോണം ഇടയാക്കി തീർത്തു. During the days of David, a key king in Israel, he captured Jerusalem and the nearby cities. അതെ, ദൈവത്തിന്റെ ആലോചന പ്രകാരം 12 ഗോത്രങ്ങളെയും ചേർത്ത് ദാവീദിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണം നടത്തുവാൻ ഇടയാക്കി തീർത്തു. Based on the counsel of God, he gathered 12 tribes and he underwent a glorious regime during his days. അതിനുശേഷമായിട്ട് അവന്റെ മകനായിരുന്നതായ സോളമൻ ചക്രവർത്തി ശലോമോൻ മുഖാന്തരമായിട്ട് ഭരണം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കടന്നു പോകുവാൻ ഇടയാക്കി തീർത്തു. Especially during the days of his son Solomon, there was a beautiful reigning. എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ആരംഭം നന്നായിരുന്നെങ്കിലും അവസാനം നന്നായിരുന്നു എന്ന് പറയുവാൻ തക്കോണം കഴിയുന്നതല്ല. Sad to say concerning him, we cannot say that even though he embarked in a good way, he wasn't able to conclude in a fine manner. തന്റെ അവസാന ജീവിതം ദൈവത്തിന്റെ പ്രസാദകരമല്ലാത്തതായ നിലവാരത്തിൽ പോകുവാൻ തക്കോണം ഇടയാക്കി തീർത്തു. His final lap progressed in a way that wasn't pleasing unto the Lord. ആയതുകൊണ്ട് അവന്റെ മകനായിരുന്ന രഹബിയാമിന്റെ കാലയളവിൽ ഇസ്രായേൽ രാജ്യം രണ്ടായിട്ട് പിരിയുവാൻ ഇടയാക്കി തീർത്തു. Therefore, during the days of his son Rehoboam, the country of Israel was split into two. 10 ഗോത്രങ്ങൾ അടങ്ങിയതായ ഇസ്രായേൽ എന്നും 2 ഗോത്രങ്ങൾ അടങ്ങിയതായ യഹൂദ എന്നും രണ്ടായിട്ട് പിരിഞ്ഞതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. Israel comprised of 10 tribes and Judah comprised of the other 2. ചില കാലങ്ങൾ ഇസ്രായേൽ നിലനിൽക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. For some time Israel did endure. ചുരുക്കമായിട്ട് ഇപ്രകാരം പറയട്ടെ, അവർ വളർന്ന് നല്ല രീതിയിൽ മുൻപോട്ട് പോയപ്പോൾ ദൈവത്തെ വിട്ട് അവരുടേതായ വഴികളിൽ നടക്കുവാൻ ഇടയാക്കി തീർത്തു. Howbeit, as they thrived and flourished, they went straight away from the presence of God and turned to their own ways. ആയതിന്റെ ഫലമായിട്ട് സർവശക്തനായ ദൈവത്തിന്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ മറ്റ് ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതായി തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. Consequently, the people of God, the Israelites, were submitted to the hands of the foes, says the word of God. ദൈവനാമത്തിന് മഹത്വം. Glory be to the name of അതെ, God. 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുന്ന സന്ദർഭത്തിൽ When we focus to 2 Kings chapter 17, അതിന്റെ ഫലമായിട്ട് ഇസ്രായേൽ ജനത്തെ അന്നുണ്ടായിരുന്നതായ അശൂർ സാമ്രാജ്യത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകുവാൻ ഇടയായി തീർന്നു. as a result of the same, the people of Israel were taken as captives to Ashur. അശൂർ ഭരണാധിപനായിരുന്ന ശൽമനേസർ ഇസ്രായേലിലേക്ക് കടന്നു വന്ന് അതിനെ അതിലെ ആളുകളെ പിടിച്ചുകൊണ്ട് നിനവേയിലേക്ക് പോകുവാൻ, അശൂരിലേക്ക് പോകുവാൻ ഇടയാക്കി തീർന്നു. The king of Assyria took hold of the people and they were exported to Nineveh. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അശൂർ സാമ്രാജ്യവും അസ്തമിക്കുവാൻ ഇടയാക്കി തീർന്നു. And as time withered, so did the kingdom of Syria. എന്തുകൊണ്ടാണ് അശൂർ സാമ്രാജ്യം അങ്ങനെ അസ്തമിക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്? Why did the kingdom of Syria bind the dust? അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ് നിനവേ നഗരം എന്ന് പറയുന്നത്. The capital of the kingdom of Syria is Nineveh. അതെ, തിരുവചനത്തിലൂടെ നാം പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ In the word of God, when we examine സഫന്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ in Zephaniah the 2nd chapter the 13th verse, അശൂർ സാമ്രാജ്യത്തിന്റെ മേൽ ദൈവിക ന്യായവിധി വരുന്നതിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. we come across the divine judgment falling upon Syria. ഞാൻ അശൂർ സാമ്രാജ്യത്തിന് നേരെ കൈ നീട്ടി അതിനെ നശിപ്പിക്കും. I will stretch out my hand against Syria and I'll destroy it. നിനവേയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവുമാക്കുമെന്ന് എടുത്ത് പറയുകയാണ്. I will make Nineveh desolate and I will make its desert parched. ഒന്ന് വായിച്ചു വിട്ടാട്ടെ, പെട്ടെന്ന് വായിച്ചോ. Kindly go through. അവൻ വടക്കോട്ട് കൈനീട്ടി അശൂരിനെ നശിപ്പിക്കും. നിനവയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവുമാക്കി തീർക്കുമെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. It is highlighted that the deserts will be made the dry land. ഈ നിലയിൽ അത് വന്നു ചേരുവാൻ തക്കോണം ഇടയായി തീർന്നതിന്റെ കാരണം എന്താണ്? What is the reason behind this plight? 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ അതിന്റെ നിനവേയെ ഈ നിലയിൽ വന്നു ചേരുവാൻ ഉണ്ടായതിന്റെ കാരണം എടുത്തു പറഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. In chapter 2 the 15th verse, the reason is unconcealed. ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന ഹൃദയത്തിൽ താൻ പറഞ്ഞുകൊണ്ട് ഓരോ നാളും മുൻപോട്ട് നീങ്ങുവാൻ തക്കോണം ഇടയാക്കി തീർന്നു. He said, I am and there is none beside me. Every day he mumbled. ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ആ നിലവാരത്തിൽ നിനവേ നിവാസികൾ മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നു. The inhabitants of Nineveh said, I am and there is none beside me. ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്നുള്ളതായ നിലവാരത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ശക്തി ഏതാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. There is a power that worked between these words, which is I am and there is none beside me. ഓരോ രാജ്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നതായ ശക്തികളെ കുറിച്ച്
വേദപുസ്തകത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നു. Across the word of God we come across spirits or powers that operates behind every nation. യെശയ്യാ പ്രവചനം 14 അധ്യായത്തിന്റെ 12 മുതലുള്ള വേദഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ In Isaiah chapter 14 verses 12 onwards, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായ ദൂതന്മാരിൽ ഒരു കൂട്ടർ ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു. one of the angels created by God said so. ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, I will ascend to എന്റെ heaven. ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എന്റെ സിംഹാസനം വയ്ക്കുമെന്ന് ഒരു കൂട്ടം ദൂതന്മാർ വിളിച്ചു പറഞ്ഞതായി തിരുവചനം പരിശോധിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. A group of angels said, I will ascend above the stars of God and will set my throne there. താൻ ഇപ്രകാരം പറയുകയാണ്, He said so. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് 12 വാക്യം, O Lucifer, son of morning, how art thou cut down to the world? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്ന് ചോദിക്കുകയാണ്. How art thou fallen from heaven, cut down to the ground, which does weaken the nation? ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. For thou hast said in thine heart, I will ascend into heaven, I will exalt my throne above the stars of God, I will sit upon the mountain of the congregation in the sights of the north, I will ascend above the heights of the clouds, I will be like the most high. സകല കഴിവുകളും കൊടുത്ത് പൂർണ്ണതയോടെ സൃഷ്ടിക്കപ്പെട്ടതായ ദൂതന്മാർ ആയിരിക്കുന്നതായ അവസ്ഥയിൽ, അവരെ ആക്കിയിരുന്ന അവസ്ഥയിൽ തൃപ്തരായിരിക്കാതെ വണ്ണം The angels who were embedded with all sorts of talents, as they were not content in the state in which they were created, അതിനേക്കാൾ മുകളിൽ കയറുവാൻ, ദൈവത്തോട് അത്യുന്നതനോട് സമനായി തീരുവാൻ തക്കവണ്ണം അവൻ വാഞ്ചിച്ച് വിവിധ നിലകളിൽ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. he craved and he attempted to trek more heights and to be equal to the most high. ഹൃദയ നിരൂപണങ്ങളെ പോലും ദൂരത്ത് നിന്നുകൊണ്ട് അറിയുന്ന സർവശക്തനായ ദൈവം ആ നിലവാരത്തിൽ നിരൂപിച്ചതായ ആ ദൂതഗണങ്ങളെ അവിടെ നിന്ന് നീക്കിക്കളയുവാൻ ഇടയാക്കി തീർന്നു. The Almighty God who sees imagination from a distance, he was able to destroy those angels who coveted so. അങ്ങനെ നീക്കിക്കളഞ്ഞതായ ദൂതഗണങ്ങൾ ദൈവത്തിനും ദൈവ പ്രമാണങ്ങൾക്കും ദൈവജനത്തിനും വിരോധമായി ഇന്നും അതിശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. Thus those angels who were expelled from their position, even today vehemently they are working against God and his people. അതേ ആത്മാവ് തന്നെയാണ് നിനവെ പട്ടണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. And it was this same spirit that worked behind Nineveh. ഞാനല്ലാതെ ആരുള്ളൂ എന്ന് ചോദിക്കുകയാണ്. I am, who else is there? അതെ, ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്നുള്ള നിലവാരത്തിൽ അവൻ കാര്യങ്ങൾ ഹൃദയത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. He mumbles in his heart, I alone exist, there is none apart from me. എസ്തേറിന്റെ പുസ്തകം 6 അധ്യായത്തിന്റെ 6 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, In Esther chapter 6 the 6th verse, ഒരു ദിവസം ഉറക്കമില്ലാതെ അന്നത്തെ രാജാവ് രാത്രി മുഴുവനും അതെ ചില പുസ്തകങ്ങളെല്ലാം പരിശോധിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർന്നു. one day the king was sleepless and he went through the chronicles one night. ദിനവൃത്താന്ത പുസ്തകങ്ങൾ പരിശോധിച്ച കൂട്ടത്തിൽ അത് തന്നെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചതായ വിവരം ഒരാൾ തന്നെ അറിയിക്കുവാൻ ഇടയാക്കി തീർത്തിരുന്നു. As he was going through the book of the chronicles, a person informed him that he was about to be ആ attacked. ഭാഗം അതുപോലെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. That same instance is written there. അപ്പോൾ രാജാവ് ചോദിക്കുകയുണ്ടായി, അവിടെ ആരാണ് നിൽക്കുക, അത് കുറിച്ച് അന്വേഷിച്ചു. അതിന് പ്രതിഫലമായിട്ട് എന്ത് കൊടുത്തു എന്നുള്ള ഒരു അന്വേഷണം നടക്കുവാൻ ഇടയാക്കി തീർത്തു. The king inquired the matter and the reward what was given was also investigated. അതിന് പ്രതിഫലമായിട്ട് ഒന്നും താൻ രാജാവ് കൊടുത്തിരുന്നില്ല. To the surprise, the king has not given anything. അപ്പോൾ ആരാണ് പ്രാകാരത്തിലുള്ളതെന്ന് രാജാവ് അന്വേഷിച്ചപ്പോൾ, Then the king asked, who is in the outer court? ഏതാണ്ട് രാജാവിനൊപ്പം ഉയർച്ച ലഭിച്ചിരുന്നതായ ഹാമാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഹാമാനോട് അകത്ത് വരുവാൻ പറയുകയുണ്ടായി. Haman, who was somewhat promoted to the king, was standing outside and he said, come inside. രാജാവ് ഹാമാനോട് ഇപ്രകാരം ചോദിക്കുകയാണ്, The king posed a question to Haman. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കണമെന്ന് ഒരു ചോദ്യം ചോദിച്ചു. What shall be done unto the man whom the king delighteth to honor? അപ്പോൾ ഹാമാൻ ഹൃദയത്തിൽ ഇങ്ങനെ പറയുകയാണ്, Now Haman thought in his heart, എന്നെ അല്ലാതെ ആര് രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്നു എന്ന് ഉള്ളുകൊണ്ട് വിചാരിച്ച് എന്തെല്ലാം പറയാമോ അതെല്ലാം നിരത്തി വെക്കുവാൻ ഇടയാക്കി തീർന്നു. he assumed in his heart, to whom would the king delight to do honor more than myself? And he gave the detailed narration. തന്റെയും ഹൃദയത്തിൽ അതേ പോയതായ വിഷയം ഇത് തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. And this is the same matter that went through his mind as well. സൊദോം ഗൊമോറ തുടങ്ങിയതായ ദേശത്തിന്റെ പിന്നിലും പ്രവർത്തിച്ചിരുന്നത് ഈ ശക്തി തന്നെയായിരുന്നു എന്നുള്ളത്
വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീരുന്നു. Clearly, we can understand that it's the same power that operated behind Sodom and Gomorrah. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, When we turn to Luke's Gospel, the 18th chapter, അവിടെ ഇപ്രകാരം നമുക്കൊരു വേദഭാഗം കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. there we come across such a passage. അതെ, തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിച്ച്, ചിലരെ കുറിച്ച് ധിക്കരിച്ച് തങ്ങളുടേതായ പാതയിൽ പോകുന്നതായ വ്യക്തികളെ എടുത്ത് പറയുവാനിടയാക്കി തീർന്നു. A comparison is made unto those people who claim that they are self-righteous and they went ahead selfishly rebelling against others. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിച്ച് വിവിധ നിലകളിൽ പോകുന്നതായ ആളുകളെ കുറിച്ച് താൻ ഇപ്രകാരം എടുത്തു പറയുകയാണ്. It is said about those people who claim that they are righteous and they rebelled against others and violated their laws. രണ്ടു മനുഷ്യർ ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ തക്കോണം പോയി. Two men came to the temple to pray. അതിൽ ഒരുവൻ പരീശനായിരുന്നു എന്ന് പറയുകയാണ്. One of them was a Pharisee. താൻ ഇപ്രകാരം പറയുന്നു, ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നു, കിട്ടുന്നതൊക്കെയും പലഹാരം കൊടുക്കുന്നു. He said, I fast twice a week, I gave everything for goodness. അതെ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലാകിയാൽ 11-ാം വാക്യം, ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എന്നെടുത്ത് പറയുകയാണ്. He said, God, I thank thee that I'm not like other men, like the unjust, like the adulterers and the like, and even like this publican. തന്നെത്താൻ എത്രത്തോളം ഉയർത്താമോ അവിടെ ഉയർത്തിക്കൊണ്ട്, തന്നെത്താൻ ഉയർത്തിക്കൊണ്ട് വിവരങ്ങൾ ദൈവസന്നിധിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. To the zenith, he is extolling himself and he is narrating things in the presence of God. എന്നാൽ ആ ചുങ്കക്കാരനായ മനുഷ്യനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ തക്കോണം തുനിയാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ ഈ പാപിയോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. Nevertheless, the publican standing far away, he's not even worthy to gaze up unto heaven. He's beating on his chest and saying, Oh Lord, have mercy on me, a sinner. പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. Oh Lord, have mercy on me, a sinner. പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചതിന് ഫലമായി, since he cried, Oh Lord, have mercy on me, a sinner. കരുണ സമ്പന്നനായ സർവശക്തനായ ദൈവം നിമിത്തം, അതേ ദൈവത്താൽ താൻ നീതീകരിക്കപ്പെട്ടവനായി സമാധാനത്തോടെ ഭവനത്തിലേക്ക് പോകുവാനിടയാക്കി തീർന്നു. Oh, through the all gracious and merciful God, he was made righteous and he strode back to his house. വേദപുസ്തകത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ, when we analyze the word of God, തന്നെത്താൻ ഉയർത്തുന്ന ഏവനും താഴ്ത്തപ്പെടുമെന്നുള്ളത് വ്യക്തമായി നമുക്ക് പഠിപ്പാൻ ഇടയായി തീരുന്നുണ്ട്. explicitly we can study that any person who exalts himself shall be abased. ഒരു സംഭവ കഥ ഓർപ്പിച്ചുകൊള്ളട്ടെ. Let me remind you an incident. അതേ, ഫ്രാൻസിന്റെ പ്രഥമ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കിരീടധാരണത്തിന് ഒരു മതപരിവേഷം നൽകുന്നതിനായി താൻ തീരുമാനിച്ചു. During the coronation of the king Napoleon Bonaparte, he decided to change his visage. ഫ്രാൻസിന്റെ പ്രധാന മതമായിട്ട് കത്തോലിക്ക സമുദായത്തെ താൻ അവിടെ അംഗീകരിക്കുവാനിടയാക്കി തീർത്തിരുന്നു. He changed the religion and he established Catholicism as the primary religion in France. ഇതിന്റെ ഫലമായിട്ട് 1804 ഡിസംബർ മാസം 2-ാം തീയതി ഒരു പ്രത്യേക ചടങ്ങ് നടക്കുവാനിടയാക്കി തീർന്നു. And in 1804 in December, a particular event was conducted there. ആ ചടങ്ങിൽ പ്രധാന സഭാ നേതാവായിരുന്ന പോപ്പിനെയും വിളിച്ചിരുന്നതായിട്ട് ക്ഷണിക്കുവാനിടയാക്കി തീർത്തു. And the Pope, who was the religious leader, was also summoned to that meeting. കുറിക്കപ്പെട്ടതായ ദിവസവും സമയവും വന്നതായ സന്ദർഭത്തിൽ, when the appointed day and time arrived, പോപ്പും കർദിനാൾമാരും കുറിക്കപ്പെട്ടതായ ഒരു പള്ളിയിൽ ഇങ്ങനെ നെപ്പോളിയന്റെ വരവും കാത്ത് നോക്കി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ, the Pope and the Cardinal were anxiously waiting for the arrival of Napoleon in a church. നെപ്പോളിയൻ തന്റെ ഭാര്യ ജോസഫൈന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സമയമായപ്പോൾ ഇതാ നടന്ന് മന്നം അൾത്താരയ്ക്ക് സമീപയിലേക്ക് നടന്നു വരികയാണ്. Napoleon holding the hand of his partner, who is Josephine, he and she are walking to the platform. ജനമെല്ലാം ഒരുപോലെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. All the people are watching with amusement. ആ നെപ്പോളിയൻ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ പ്രഥമ ചക്രവർത്തിയായിരിക്കുന്ന നെപ്പോളിയൻ താന് ഇപ്പോൾ പോപ്പിന്റെ മുമ്പിൽ മുട്ടുകുത്തും, പോപ്പ് കിരീടം തന്റെ തലമേൽ വെക്കും, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. All are anxiously gluing their eyes to this occasion. Now this main person, who is the king, will appear and the priest is going to lay it upon his head and he'll be coronated as the king. ഇങ്ങനെ നോക്കി നിൽക്കുന്നതായ സന്ദർഭത്തിൽ, thus as they were anxiously looking at മുന്നോട്ട് it, കടന്നു വന്ന് പോപ്പിന്റെ കയ്യിൽ നിന്ന് കയ്യിലിരുന്നതായ കിരീടം പിടിച്ചു വാങ്ങി. he came ahead and he snatched that crown from the Pope. അൾത്താരയ്ക്ക് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് സ്വയം തന്റെ തലമേൽ വെക്കുവാൻ ഇടയാക്കി തീർന്നു. Turning his back to the altar, he placed that crown upon himself. പിന്നീട് താൻ തന്നെ തന്റെ ഭാര്യയെയും ചക്രവർത്തിനിയായി കിരീടം
താൻ തന്നെ അണിയിക്കുവാൻ തക്കോണം ഇടയാക്കി തീർന്നു. And as the next step, he himself placed the crown upon his wife as the empress. എന്തിനേറെ പറയുന്നു, ചില വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1810 ആയപ്പോഴേക്കും റഷ്യ, UK, അതിനോട് ചേർന്നുള്ളതായ ചില രാജ്യങ്ങൾ ഒഴികെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്റെ അധീനതയിലായിത്തീരത്തക്കവണ്ണം ഉയർത്തപ്പെടുവാനിടയാക്കി തീർത്തു. Not to say much, around 1810, Prussia, UK and all the neighboring countries was brought under his ruling. ഏതാണ്ട് കിരീടധാരണത്തിന് 10 വർഷം കഴിഞ്ഞപ്പോൾ, After 10 years following the coronation, വാട്ടർലൂ യുദ്ധത്തിൽ താൻ പരാജിതനായി തീരുവാനിടയായി തീർന്നു. he failed miserably in the battle of Waterloo. അതെ, പരാജിതനായി തീർന്നതായ തന്നെ അഗ്നിപർവ്വത ദ്വീപായിരിക്കുന്നതായ സെന്റ് ഹെലീനയിലേക്ക് തന്നെ നാട് കടത്തുവാൻ തക്കോണം ഇടയാക്കി തീർന്നു. And following the defeat, he was exiled to St. Helena, which is the fiery island. അവിടെ നിന്നുകൊണ്ട് താൻ ഇപ്രകാരം വിലപിക്കുകയാണ് ചെയ്യുന്നത്. And standing in that volcano near that, he is lamenting. ലോകത്തിന്റെ ഇങ്ങേ അറ്റത്ത് ഒരു ചെറിയ പാറയിലിരുന്നു കൊണ്ട് എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? Standing in this earth near a rock, what can I do? ഉയരെ പറക്കുന്നതായ ഒരു കഴുകനെ കൂട്ടിൽ അടയ്ക്കപ്പെട്ടതായ അവസ്ഥയിൽ കാണുമ്പോൾ ഏതവസ്ഥയിലായിരിക്കുന്നുവോ അതേ അവസ്ഥയിൽ ചില വർഷങ്ങൾ അവിടെ വസിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. An eagle that soars and flutters in heights, if it is confined within a cage, what will be its fate? So was the fate of Napoleon. കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു കഴുകനെ പോലെ 6 വർഷത്തോളം ആ ദ്വീപിൽ വസിക്കുവാനും അങ്ങനെ 1821 മെയ് മാസം 5-ാം തീയതി താം ഈ ലോകത്തോട് വിട പറയുവാനും ഇടയാക്കി തീർത്തു. On May 5th, 1823, after confining to the cages, he bid farewell to this world. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, തന്നെത്താൻ ഉയർത്തുന്ന ഏവനും ഇന്നല്ലെങ്കിൽ നാളെ അവൻ താഴ്ത്തപ്പെടുവാനിടയായി തീരും. The matter that I intended to say is, any man who lifts himself up will be abased today or tomorrow. ദൂതഗണങ്ങളെ പരിശോധിക്കുമ്പോൾ അപ്രകാരം സംഭവിക്കുകയുണ്ടായി. When we look at the angels, so happened to them. ഹാമാന്റെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനിടയായി തീർന്നു. And Haman was also removed from his position. സൊദോം ഗൊമോറ അതേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതായ അഗ്നിയാൽ ദഹിപ്പിക്കപ്പെടുവാനിടയാക്കി തീർത്തു. Sodom and Gomorrah were destroyed from the fire that plummeted from heaven. എത്രയോ അത്ഭുതകരമായ രീതിയിലാണ് സർവശക്തനായ ദൈവം പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് തിരുവചനത്തോട് ചേർന്ന് പരിശോധിക്കുമ്പോൾ പഠിപ്പാൻ കഴിയുകയാണ്. In the word of God we can study in how wondrous ways the Almighty God behaved. തുടർന്നും നിനവേ നഗരത്തെ കുറിച്ച് നാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ Further, when we study about the city of Nineveh, നഹൂം പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പ്രകാരം എടുത്തു പറയുകയാണ്. In Nahum chapter 3, 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ in Nahum chapter 3, the first verse onwards, it's written, കുലപാതകവും വഞ്ചനയും വ്യഭിചാരവും മന്ത്രവാദങ്ങളും നിമിത്തം വലിയ ന്യായവിധി തനിക്ക് മുൻപിൽ വന്നു ചേരാൻ പോകുന്നു എന്ന് ആ നിനവേ നഗരത്തെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. because of deceit, because of sorcery, because of all sorts of evil, now judgment is going to fall upon Nineveh. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥകളും ഇതുപോലെയല്ലേ കാണപ്പെടുവാൻ ഇടയായി തീരുന്നത്. And the causes of this world is also alike. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. The children are against their parents. ഭർത്താവ് ഭാര്യയ്ക്ക് വിരോധം, ഭാര്യ ഭർത്താവിന് വിരോധം. Husband is against the wife and wife in turn against the husband. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് വിരോധം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർക്ക് വിരോധം. Parents are contradicting their children and the children are conflicting their ഓരോ parents. ദിവസത്തെ ന്യൂസ് പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം വിധത്തിലുള്ള രക്തപാതകത്തെ കുറിച്ചുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കുവാൻ തക്കോണം ഇടയായി തീരുന്നത്. When we go through the dailies, we are able to see episodes of bloodshed. ഒരു മടിയും കൂടാതെ ഏത് പ്രവൃത്തിയും ചെയ്യുവാൻ ഇന്നത്തെ ലോകം ആ അവസരത്തിലായിരിക്കുകയാണ്. The world is daring to do any heinous crime without any reluctance. വഞ്ചനാപരമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകം. With deceit, men are operating and the world is limping ahead in a predicament. അതെ, ദൈവത്തിൽ നിന്ന് വളരെ അകന്ന്, അതെ ദൈവത്തിന് നിരക്കാത്ത ഏത് പ്രവൃത്തിയും ചെയ്യുവാൻ, വ്യഭിചാര പ്രവർത്തികൾ, ദോഷപ്രവർത്തികൾ ചെയ്യുവാൻ, മന്ത്രവാദ പ്രവർത്തികൾ ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാതെ ഇന്നും മുന്നോട്ട് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The world is prepared to do any abomination, let it be fornication, witchcraft or any evil. ഇതിന്റെ ഫലമായിട്ട് നിനവേ പട്ടണത്തിന്റെ മേൽ വലിയ ന്യായവിധി വന്നു എന്ന്
ദൈവവചനം വിളിച്ചു പറയുകയാണ്. As a result of the same, great judgment met the streets of Nineveh, says the word of God. അടുത്തതായിട്ട് യെരുശലേം നിവാസികളായിരുന്നതായ യഹൂദ ജനം ബാബേലിലേക്ക് പോകുവാൻ തക്കോടെ ഇടയാക്കി തീർന്നു. Further, the inhabitants of Jerusalem were taken captives to Babylon. ബാബേൽ പട്ടണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പാൻ ഇടയായി തീരും. If we study about the city of Babylon, there are plenty to go through. ബാബേൽ എന്ന പട്ടണം ആരംഭിച്ചത് എവിടെ വെച്ചാണെന്ന് നമുക്കറിയാം. We know where the city of Babylon started. അതെ, പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയതായ നോഹയോടും കുടുംബത്തോടും ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. It was said unto Noah, who alighted from the ark, and unto his family. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിങ്ങളൊക്കെയും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലൊക്കെയും നിറയുവിൻ എന്നെടുത്ത് പറയുവാൻ ഇടയാക്കി തീർന്നു. In chapter 9, the first verse, it's written that you must give forth a plenty of generation and enrich the whole earth. എന്നാൽ അവന്റെ കൊച്ചുമകനായിരുന്ന നിമ്രോദിന്റെ കാലത്ത് ദൈവത്തോട് മത്സരിക്കുവാൻ ഇടയായി തീർന്നു. However, Nimrod, his grandchild, he rebelled against God. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 9, 10, 11 വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ In Genesis chapter 10, the 9th and the 10th verse, അതെ, നിമ്രോദിന്റെ രാജ്യത്തിന്റെ ആരംഭം ബാബേൽ എന്ന് കാണുവാൻ ഇടയായി തീർന്നുണ്ട്. the commencement of the reigning of Nimrod was in Babylon. 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ When we arrive at verse 11, ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കേണ്ടതിനും for them not to get scattered along the world, നമുക്കൊരു പേർ സമ്പാദിക്കേണ്ടതിനും വേണ്ടി സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരവും ഒരു പട്ടണവും പണിയുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ പണിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. let us build a tower, a building that stretches up to heaven, and they started the construction. ദൈവം മനുഷ്യന്റെ പ്രവർത്തികൾ നോക്കുവാൻ ഇറങ്ങി വന്നു. God came down to see the അവൻ works of man. ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നും സാധിക്കാതെ പോകുന്നില്ല. Anything that he desired was not meted out there. ആകയാൽ ഇറങ്ങി വന്ന് ഭാഷ ഒന്ന് കലക്കി കളയുവാൻ ഇടയാക്കി തീർന്നു. Therefore he came down and confounded the language. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കായിട്ട് അന്നത്തെ ജനം കയറുവാൻ ഇടയായി തീർന്നു. The people got scattered all across the globe. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്? Why were they chasing away to different parts of the world? ഒരു ഭാഗത്ത് ദൈവപ്രവർത്തിക്ക് വിരോധമായിട്ട് ഒരു കൂട്ടർ പ്രവർത്തിച്ചിരുന്നാലും മറുഭാഗത്ത് അത് ദൈവത്തിനായിട്ട് ദൈവികാലോചന അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടർ കാണപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. On one side, even though people endeavored against the will of God, God decided that another set of people should be able to follow his എന്നാൽ will. ഇന്ന് അകലമോ അതിരുകളോ ഒന്നും യാതൊരു വിധത്തിലുള്ളതായ തടസ്സവും കൂടാതെ എല്ലാം ഇന്ന് ഒന്നായി മാറ്റപ്പെട്ടിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. But today, distance or borders are not ahead, and everything is today amalgamated. അതെ, വീടിന് അടുത്ത് നിൽക്കുന്നതായ പുരയിടത്തിലെ തേങ്ങ അവിടെ ഇന്ന് ഇപ്പൊ വീണ് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ അറിയുന്നതിന് മുൻപേ അമേരിക്കയിലുള്ളവൻ അറിയും. അങ്ങനെയുള്ള ഒരു കാലയളവ് വന്നിരിക്കുകയാണ്. If the coconut of the nearby house is falling down, before the inmates of the house know, the man in America is informed about it. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. അത്രത്തോളം ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നതായും ലോകം ജനം ഒന്നായി തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. Science has reached this pinnacle, and the people are all merging into one. എന്നാൽ ബാബിലോണിയ സാമ്രാജ്യം വളർന്നു വന്നതായ സാഹചര്യത്തിൽ അതെ ബാബിലോണിയ സമ്രാട്ടായിരുന്ന നെബൂഖദ്നേസറിന്റെ കാലം വന്നപ്പോഴേക്കും But during the days of King Nebuchadnezzar, when the empire of Babylon was growing, നൂറ്റാണ്ടുകൾ കൊണ്ട് പണിത് കഴിപ്പിക്കുക, നൂറ്റാണ്ടുകൾ കൊണ്ട് ആ ചെറിയ പട്ടണമായിട്ട് അല്ലെ ചെറിയ ഒരു സ്ഥലമായി പണിതതായ പട്ടണം ലോക പ്രശസ്തമായി ആർജിച്ചതായ ഒരു സാമ്രാജ്യമായി വളർന്നുയരുവാനിടയാക്കി തീർത്തു. this mere city, which had been built through centuries, now it became renowned to the whole world. ബാബിലോണിയ പട്ടണത്തെ കുറിച്ച് ഗ്രന്ഥകാരന്മാർ വളരെ രസകരമായിട്ട് അതിന്റെ കാര്യങ്ങളെ എഴുതിയിട്ടുള്ളതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. About the growth of Babylon in an interesting way, the authors have written. കോണോട് കോൺ ഒഴുകിക്കൊണ്ടിരുന്ന യൂഫ്രട്ടീസ് നദിയുടെ ഇരുഭാഗങ്ങളിലായിട്ട് അതിലേക്ക് ഇറങ്ങുവാനും കയറുവാനുമുള്ളതായ അതേ വലിയ പിച്ചള വാതിലുകളൊക്കെ പിടിപ്പിച്ചിരുന്നു. On either sides of the rivers of Euphrates, tall walls were established to ascend and descend. സൂര്യൻ ഉദിക്കുമ്പോൾ ആ വാതിലുകൾ തുറക്കുകയും When the sun rays hit, those doors were opened. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ വാതിലുകൾ അടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ And when the sun set, as those portals were shut, വലിയ 120ഓളം പിച്ചള വാതിലുകൾ നിർമ്മിച്ചിരുന്നതായി പഠിപ്പാൻ കഴിയുന്നു. across 128 tall walls were built. ആ വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രതിഫലിക്കുന്നതായ ശോഭ നിമിത്തമായി അതേ സ്വർണ്ണ നഗരമെന്ന് ആ നഗരം കാണപ്പെടുവാനിടയാക്കി തീർന്നു. And as those portals of gold were shut and opened, the rays of the sun would reflect, and the city would be unveiled. യെശയ്യാ പ്രവചന പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്വർണ്ണ നഗരമെന്ന് ബാബേലിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. In the book of Isaiah, it's termed about Babylon as the golden city. ആ ബാബേൽ പട്ടണത്തിൽ ആ ബാബേൽ നഗരത്തിൽ പണികഴിപ്പിക്കപ്പെട്ടതായ തൂക്കുവനങ്ങൾ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് മാറ്റപ്പെടുവാനിടയാക്കി
നന്മയാക്കി തീർന്നു. The hanging gardens of Babylon turned out to be one of the 7 wonders of the earth. ബാബിലോണിയ സമ്രാട്ടായിരുന്നതായ നെബൂഖദ്നേസർ രാജാവിന്റെ മേദിയക്കാരിയായിരുന്ന ഭാര്യയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിച്ചതായ ഗാർഡൻ ആയിരുന്നു തൂക്കുവനങ്ങൾ എന്ന് പഠിപ്പാൻ കഴിയുകയാണ്. To please the Median wife of King Nebuchadnezzar, the hanging gardens were constructed. അതെ, ഭാര്യമാരെയൊക്കെ പ്രസാദിപ്പിച്ച് നിന്നാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം പോലും കിട്ടാതെ പോയേക്കും കേട്ടോ. If you please your wife, it is good, or else you'll not even get water. പേടിക്കേണ്ട, നമ്മുടെ ആളുകളൊക്കെ വളരെ നല്ല ആളുകൾ. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ അതേ ദൈവത്തെ പ്രസാദിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ തക്കണം ശ്രമിപ്പിൻ. Don't be afraid. Our people are good people, therefore try to please God. സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി എന്നൊരു ചോദ്യമുണ്ട്. There's a question, how does this golden city come to an end? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവം ആ നഗരത്തിന്റെ കയ്യിൽ, നഗരത്തിൽ മേൽ സകലവിധമാകുന്ന നന്മകളും പകർന്ന് ആ നഗരത്തെ എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിയതായി അതേ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ നാം പരിശോധിക്കുമ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണുവാനിടയായി തീരുന്നു. In Daniel chapter 5 it is scripted that God exalted and God flourished and cherished all the blessings upon the city, and it was made to thrive. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ അതേ 18-ാം വാക്യം മുതൽ ആ കാര്യങ്ങൾ എടുത്ത് വിവരിച്ചിരിക്കുന്നതായി കാണുവാനിടയായി തീരുന്നുണ്ട്. In Daniel chapter 5 verses 18 onwards a detailed description is given. അവന് ദൈവം നൽകിയതായ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ടു വിറച്ചു. And for the majesty that he gave him, all people, nations and languages trembled and feared before him. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വയ്ക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു. Him he would slew, whom he would he kept alive, whom he set up he lifted them, and he would put down, he abased അവന്റെ them. ഹൃദയം ഗർവിച്ചു എന്നെടുത്ത് പറയുകയാണ്. However his heart was lifted up. അവന്റെ മകനായ ബേൽശസ്സരേ, ഇതൊന്നും അറിഞ്ഞിട്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കാതെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗത്തിനായ ദൈവത്തിന്റെ നേരെ തന്നെത്താൻ ഉയർത്തിയതുകൊണ്ട് ദൈവം ഈ വിധത്തിലൊക്കെ പ്രവർത്തിച്ചു എന്ന് അതിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നു. In verse number 22 it's written, O Belshazzar, hast not thou humbled thine heart even after doing all these things? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ രാജ്യത്തിന്റെ പിന്നിലും അതേ ദൈവത്തോട് മത്സരിക്കുന്നു, ഇങ്ങനെയെല്ലാം ഉയർത്തിയെങ്കിലും ദൈവത്തോട് മത്സരിക്കുന്ന ഒരു അനുഭവം അവരിൽ കാണപ്പെടുവാനിടയായി തീർന്നു. Even behind this city these experiences were there in their lives and they rebelled against God. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ In Jeremiah chapter 50 the 24th verse, അവിടെ പ്രവാചകൻ മുഖാന്തരമായിട്ട് ഇപ്രകാരം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. that through the prophet it's called out. അതെ, ദൈവത്തോട് താൻ മത്സരിക്കുവാനിടയാക്കി തീർത്തു. He started to rebel against God. വായിച്ചാട്ട് 24-ാം വാക്യം. Let's kindly go through verse number 24. ബാബേലെ, ഞാൻ നിനക്ക് കെണിവെച്ചു, നീ അറിയാതെ അകപ്പെട്ടിരിക്കുന്നു, നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു, യഹോവയുടെ അല്ലോ നീ പൊരുതിയിരുന്നത്. I have laid a snare for thee, and thou art also taken, O Babylon, and thou യഹോവയുടെ wast അല്ലോ not നീ aware. പൊരുതിയതെന്ന് പറയുകയാണ്. It's written, thou hast striven against the Lord. യഹോവയുടെ അല്ലോ നീ മത്സരിച്ചതെന്ന് പറയുകയാണ്. You rebelled against God. ഇങ്ങനെ മത്സര അനുഭവങ്ങളുള്ളവരായി തീരാൻ പാടില്ല. We must not nurture the experience of rebelling. എന്നാൽ ഇത് ലോകപ്രകാരം രണ്ട് രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് തൊട്ടുവിട്ടെന്ന് മാത്രം. I was just speaking this in connection with two countries that was in connection with the literal Israel. എന്നാൽ യെരൂശലേം വാസികളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ എന്താണ് കാണുവാൻ കഴിയുന്നത്? But talk about the inhabitants of Jerusalem, and what do we see? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. യെരൂശലേം വാസികളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. About the inhabitants of Jerusalem the same thing is reiterated. സെഫന്യാവിന്റെ പുസ്തകം പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്. In Zephaniah chapter 2 the first verse onwards it's written, നാണമില്ലാത്ത ജാതിയെ എന്ന് നോക്കിക്കൊണ്ട് യഹൂദ ജാതിയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്. it is seen and looked upon the Jews, and it said, O nation not desired. ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന് വായിച്ചു വിട്ടാട്ടെ. Can you read that verse? നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുൻപേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ കൂടി വരുവീൻ, അതേ കൂടി വരുവീൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായി ഉള്ളവരെ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. It may be ye shall hide in the day of the Lord's anger. യഹോവയുടെ കോപ ദിവസം എന്ന ഒരു ദിവസമുണ്ട്. There is a day for the anger of the Lord. ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? Concerning whom it's referred. ദൈവത്തിന്റെ ജനത്തെ കുറിച്ചാണ് പറയുന്നത്. It's spoken about the people of God. ദൈവത്തിന്റെ ജനം യഹൂദ ജനത്തെ കുറിച്ചാണ് പറയുന്നത്. It's speaking about the Jews, the people of God. യെരൂശലേം
നിവാസികളെ കുറിച്ചാണ് പറയുന്നത്. It's told about the inhabitants of Jerusalem. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ പരിശോധിക്കുമ്പോൾ In chapter 3, the first words അവർ onwards, മത്സരവും മലിനതയും ഉള്ളതും പീഡിപ്പിക്കുന്നതുമായ നഗരത്തിന് അയ്യോ കഷ്ടമെന്ന് പറയുകയാണ്. woe to her that is filthy and polluted, to the oppressing city. അവർ മത്സരമുള്ളതായ ജനം, They are the oppressing അവർ people. മലിനതയുള്ള ജനം. They are the polluted people. ദൈവത്തിന്റെ വാക്കവർ കേട്ടനുസരിക്കുന്നില്ല, They're not obeying to the voice of God. പ്രബോധനം കൈക്കൊണ്ടില്ല, They're not receiving correction. ദൈവത്തിൽ ആശ്രയിച്ചിട്ടില്ല, They're not trusting in the Lord. ദൈവത്തോട് അവർ അടുത്തു വരുന്നില്ല. They're not drawing nigh unto God. അതെ, സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ വേറൊരു അവസ്ഥയിലാണ് പോകുന്നത്. When the dusk ചെന്നായ്ക്കളെ പോലെ. arrives, they're like the wolves. അതിലെ പുരോഹിതന്മാരും വിശ്വാസികളും എല്ലാവരും ഏതാണ്ട് ക്രമം വെട്ട് തെറ്റി നടക്കുകയാണ് ചെയ്യുന്നത്. The priests, the people, they're not in order. They are going astray. ദൈവത്തോട് നാം മത്സരിക്കുന്നവരായി തീരരുത്. We should not rebel against God. തിരുവചനം പരിശോധിക്കുമ്പോൾ മത്സരവും മലിനതയുമുള്ള ജനം എന്ന് പറയുകയാണ്. The word of God calls them filthy and polluted ആവർത്തന people. പുസ്തകം 21-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ In Deuteronomy chapter 21, the 18th verse, മാതാപിതാക്കളോട് മത്സരിക്കുന്ന ചിലരെ കാണുവാനിടയായി തീരുന്നു. we come across some people who are rebelling against their parents. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ പരിശോധിക്കുമ്പോൾ In Numbers chapter 17, the first verse onwards, അതിന്റെ 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പരിശോധിക്കുമ്പോൾ in chapter 20, the 19th verse, അതെ, നടത്തിപ്പുകാരോട് മത്സരിക്കുന്നതായ ആളുകളെ കാണുവാൻ ഇടയായി തീരുകയാണ്. we are introduced to a band of people who are rebelling against the leaders. 107-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ In Psalm 107, the 10th verse, ദൈവ വചനത്തോട് മത്സരിക്കുന്ന ആളുകളെ കാണുവാൻ ഇടയായി there's തീരുകയാണ്. a band of people rebelling against the word of God. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം പരിശോധിക്കുമ്പോൾ In Acts of the Apostles chapter 7, the 51st verse, പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്നതായ അനുഭവം കാണുവാൻ an കഴിയുകയാണ്. experience of rebelling against the Holy Spirit. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പരിശോധിക്കുമ്പോൾ In Deuteronomy chapter 9, the 24th verse, ദൈവത്തോട് മത്സരിക്കുന്ന അനുഭവം. they are rebelling against God. യഹൂദ ജനമേ, The Jews, ദൈവത്തിന്റെ ജനമേ, the people of God. ഇന്ന് നമ്മെ നോക്കി മത്സരവും മലിനതയുമുള്ള ജനമെന്ന് പറയുവാൻ കഴിയുമോ? Beholding us, will the Lord say that we are polluted and rebelling people? ദൈവത്തോട് അടുക്കുന്നതിന് പകരം മറ്റേതെങ്കിലും വിധത്തിൽ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നവരെന്ന് പറയുവാൻ കഴിയുമോ? Instead of drawing nigh unto God, are we leading our lives in a strange way? വളർന്നു വരുന്ന തലമുറയോട് മാതാപിതാക്കളോട് മത്സരിക്കുന്നവരായി നിങ്ങൾ കാണപ്പെടുന്നുവോ? Is the growing generation rebelling against their parents? ദൈവമക്കളായിരിക്കുന്ന സഭാവിശ്വാസികൾ നടത്തിപ്പുകാരോട് മത്സരിക്കുന്നവരായി കാണപ്പെടുന്നുവോ? Are the people in the church of God rebelling against their leaders? അടുത്തും അകലും നിൽക്കുന്നതായ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവവചനം അനുസരിക്കാതെ ദൈവവചനത്തോട് മത്സരിക്കുന്നവരായിരിക്കുന്നുവോ? People who are far and near, instead of heeding to the voice of God, are you rebelling against this word? പരിശുദ്ധാത്മാവ് പലപ്പോഴും പല നിലയിലുള്ളതായ ഉപദേശങ്ങൾ, ആലോചനകൾ തന്നിട്ടും അനുസരിക്കാതെ വിവിധ രീതിയിൽ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്നുവോ? In multiple contexts, in multiple occasions, the Spirit of God exhorted you, and are you rebelling against it? അടഞ്ഞു കിടക്കുന്നതായ വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവത്തോട് ഇന്ന് നീ മത്സരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവോ? Oh, against that God who opened the shut doors in a miraculous manner, are you rebelling? അങ്ങനെയെങ്കിൽ മടങ്ങി വരവിന്റെ ഒരു ദിവസമായി തീരട്ടെ. If so, let today be the day of your homecoming. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാനിടയായി തീരുന്നത്. That's why in the 2nd chapter we read so. യഹോവയുടെ കോപ ദിവസത്തിൽ നമുക്ക് മറഞ്ഞിരിക്കാം. On the day of the Lord's wrath, let's be hidden. അവനെ അന്വേഷിപ്പേൻ, Seek him. നീതി അന്വേഷിപ്പേൻ, Seek righteousness. സൗമ്യത അന്വേഷിപ്പേൻ. Seek meekness. ദൈവത്തെ അതേ കോപ ദിവസത്തിൽ നമുക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയും. On the day of the Lord's anger, if so, we can അവൻ hide. കരുണയുള്ള He is a ദൈവമാണ്. merciful അവൻ God. മനസ്സലിവുള്ള ദൈവമാണ്. He is a gracious അവൻ ഇന്ന് God. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. And even today, He is capable to work for ആകയാൽ you. ദൈവിക കൽപ്പനയാകുന്നതായ Therefore, the divine law, മുഴുകൽ ജലസ്നാനം സ്വീകരിച്ച് take the immersing baptism. കഴിഞ്ഞ ദിവസം നമുക്ക് വചനത്തിൽ കൂടെ ഇങ്ങനെ കേൾക്കുവാൻ ഇടയാക്കി തീർന്നല്ലോ. Last night in the word of God we heard, മാനസാന്തരപ്പെടുവിൻ, be repentant. മാനസാന്തരപ്പെടുവിൻ. Get repentant. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. മാനസാന്തരപ്പെട്ടതായി ഒരു ദൈവ പൈതൽ A child of God who repents, ദൈവ കൽപ്പനയാകുന്ന മുഴുകൽ ജലസ്നാനം സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യം. he must accept the counsel of God with this immersing water baptism. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. That is the law of ദൈവിക God. ആലോചനയുടെ പൂർത്തീകരണമായിട്ടാണ്. That's a perfection of the counsel of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കത്തോലിക്ക സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ In my personal life, who's reared up in the Catholic background, ഏതോ ഒരു സംഘടനയോട് ചേർക്കേണ്ടതിനു വേണ്ടി മാത്രം അതെ ക്രമപ്പെടുത്തിയതായ ഒന്നാണ് ഇതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. I thought that this was something arranged to muster people to one particular എന്നാൽ congregation. പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നപ്പോഴാണ് ഇത് യേശുവോട് ചേരുവാനുള്ളതാണെന്ന് മനസ്സിലായത്. But once I arrived to the Pentecostal belief, I knew that it was to cling on to ഇത് Jesus. നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ്. This is a request for a good conscience. അതെ, ദൈവത്തോട് അതെ യേശുവിന്റെ മരണ പുനരുത്ഥാന അനുഭവങ്ങൾക്ക് അതെ പങ്കാളികളായി തീരുന്ന അവസ്ഥയാണ്. It's an experience of being partaker of the death and ഇത് resurrection of Christ. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ട
ജീവിക്കേണ്ടതിന് വേണ്ടിയുള്ളതാണ്. This is kept for to walk in the newness of ഇത് life. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. This is to obtain the anointing of the Holy Ghost. പെന്തക്കോസ്ത് നാളിൽ ഓടിക്കൂടിയതായ ആളുകളെല്ലാം കൂടെ ചോദിച്ചു, ഇത് പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? All the people who came running in the day of Pentecost asked, what should we do to receive this? 120 പേരോട് കൂടെ പത്രോസ് ലീഹ എഴുന്നേറ്റ് നിന്നിട്ട് പ്രകാരം വിളിച്ചു പറഞ്ഞു, Peter stood among the mob of 120 and said so. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. Repent ye and get baptized in the name of the Jesus for your remission of your sins. If so, you'll get the anointing of the Holy Ghost. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായിരിക്കുന്ന ഏവർക്കും എന്നെടുത്ത് പറയുവാനിടയായി. The promise is kept for you and your children and for all those who are far away called by the promise of God. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? Have you received the anointing? അങ്ങനെയെങ്കിൽ സ്നാനമേറ്റത് എങ്ങനെയുള്ളതാണ്? If so, what about the baptism? സ്നാനം ആർക്കാണ് കൊടുക്കേണ്ടിയിരിക്കുന്നത്? To whom should baptism be administered? മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ ശോധിക്കുമ്പോൾ, In Mark's Gospel chapter 1, the 5th verse, സ്നാപക യോഹന്നാൻ മുഖാന്തരമായി സ്നാന ശുശ്രൂഷ മാനസാന്തര സ്നാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, through John the Baptist, when the baptism of repentance was അതെ, conducted, അങ്ങനെ യഹൂദ്യരെല്ലാവരും വന്ന് തന്റെ അടുക്കൽ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്നാനമേറ്റതായിട്ട് കാണുവാനിടയായി തീരുന്നുണ്ട്. all the people in the land of Judah mustered before him and they started confessing their sins. ദൈവനാമത്തിന് മഹത്വം. Praise be to the Lord. എന്താണ് അവിടെ എടുത്ത് പറയുന്നത്? What is highlighted അതെ, there? യഹൂദ്യ ദേശമൊക്കെയും യെരൂശലേമ്യർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതെ അവനാൽ സ്നാനമേറ്റു. All in the land of Judah and they of Jerusalem arrived there, baptized by him, confessing their ഞാൻ sins. പറഞ്ഞിട്ട് കുറ്റ്യാനി നിവാസികളും വട്ടപ്പാറ നിവാസികളും പോത്താനിക്കാടുകാരും അതെ മണ്ണന്തലക്കാരും ചാരാച്ചിറക്കാരും തിരുവനന്തപുരംകാരും എല്ലാം അതെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവോട് ചേരേണ്ടതിന് അവന്റെ കൽപ്പനയാകുന്ന മുഴുവൻ ജലസ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യം. I will say that all the inhabitants in the land of Kutiani, those of Manandala, those of Vattapara, and all and sundry must repent their sins, heed unto the counsel of the Lord, and accept this water baptism, which is the immersing baptism. അങ്ങനെ കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് Further, tarrying, receiving the anointing, അപ്പോസ്തലിക ഉപദേശ സത്യത്തിനനുസരിച്ച് listening to the apostolic doctrine, the truth, മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ, for the godly who are leading an exemplary life and moving on. ആത്മ മണവാളനായിരിക്കുന്ന കർത്താവ് താൻ വെളിപ്പെടുവാൻ കാലമായിരിക്കുകയാണ്. Behold, the bridegroom Christ is going to ഒരു arrive. പുതിയ യെരൂശലേമും സിയോനുമാകുന്ന ഒരു വിശുദ്ധ നഗരത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ട് താൻ വെളിപ്പെടും. Once the work of New Jerusalem and the holy cities are prepared, he is going to make his advent. താൻ വെളിപ്പെടുന്ന നാളിൽ തന്നോട് കൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? And on that day when he appears, how many have prepared to be നമുക്ക് gathered നമ്മുടെ with him? കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. Shall we close our eyes for a moment? കേട്ട വചനത്തിന് മുൻപാകെ നമുക്കൊന്ന് പരിശോധന നടത്താം. Shall we introspect before the അവൻ one that കരുണയുള്ള ദൈവമാണ്. he is a merciful അവൻ God. മനസ്സലിവുള്ള ദൈവമാണ്. He is a നീ compassionate God. എത്ര വിധത്തിലുള്ളതായ പ്രയാസ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോയിരുന്നാലും നിന്നെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. You might be drowning in dismal and distress, but the Lord is able to succor you. എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വിഷയം, That's the topic that made me think. അതെ, കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കേണ്ടതിനായിട്ട് പടയാളികൾ എല്ലാവരോടും ചേർന്ന് പിടിച്ചതായ നാളിൽ The day in which the Jews and all the soldiers took hold of Jesus to അവന് crucify him. എന്താണ് സംഭവിക്കേണ്ടതെന്ന് അറിയേണ്ടതിന് തന്റെ പിന്നാലെ അതെ ശിഷ്യന്മാർ അതിന് വളരെ ദൂരത്ത് ഇങ്ങനെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു. The disciples were following him from a distance to see what's going to happen to him. എന്നാൽ കുറിക്കപ്പെട്ടതായ സ്ഥാനത്ത് വന്നതായ പത്രോസിനെ കണ്ടിട്ട് ഇത് യേശുവിനോട് കൂടെയുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുവാൻ ഇടയാക്കി തീർന്നു. But on seeing Peter, who reached the spot, the mob identified, "Aren't you with Christ?" ഒരു He denied പ്രാവശ്യമല്ല, it. 2 പ്രാവശ്യമല്ല, അവൻ പല പ്രാവശ്യം എടുത്തു പറയുകയുണ്ടായി, ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ അവനോട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയതായി കാണുവാൻ കഴിയും. No, not just once, not just twice. In multiple occasions he said, "I know him not, I don't know him for sure." He started swearing. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അതേ കല്ലറയ്ക്കൽ ഓടിയെത്തിയതായ സഹോദരിമാരോട് ആ കല്ലറയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ദൂതൻ ഇപ്രകാരം പറയുകയുണ്ടായി. And unto those sisters who came running on the first day of week under the sepulchre, the angels exclaimed, ഇതാ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. "Behold, Jesus has risen from the dead." മുൻപേ പറഞ്ഞതുപോലെ ഗലീലയ്ക്ക് കടന്നു പോകുന്നു. As told, he is going to അവിടെ Galilee. വെച്ച് അവനെ കാണുവാൻ കഴിയും. There you can meet him. ശിഷ്യന്മാരോട് നിങ്ങൾ പോയി അറിയിപ്പേ. Declare this unto the disciples. ആ കൂട്ടത്തിൽ ഒരു കാര്യം എടുത്തു പറയുകയാണ്, One thing was announced. പത്രോസിനോടും പറയണമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ പരിശോധിക്കുമ്പോൾ In Mark's Gospel, the 16th chapter, it's a special mention is made informed to Peter as well. ആ പത്രോസിന്റെ ഞാൻ ചിന്തിക്കുകയാണ്, ആ പത്രോസിനെ കുറിച്ച് ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞേനെ. I suppose if I was Jesus, I would have told him to Peter, "Go and do your thing." കാരണം 3.5 വർഷം പോയവിടത്തൊക്കെ ഒന്നാമനായിട്ട് കൂട്ടിക്കൊണ്ടു പോയ പുള്ളി
ഇപ്പൊ പറയുകയാണ് ഞാൻ അവനെ അറിയുന്നില്ല എന്ന്. The very man who was accompanying the Lord as the first person, as his closest friend, now he's saying, I know him not. സമ്പന്നനായ സർവശക്തനായ ദൈവത്താൽ ഇപ്പോൾ പറയണ പത്രോസിനോട് പറയണമെന്ന്. Howbeit the Almighty God is telling, inform to Peter. നീ എത്ര പ്രാവശ്യം ദൈവത്തെ തള്ളി പറയുവാനിടയായി തീർന്നു? How many times have you denied the Lord? ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടു പോകുവാനിടയാക്കി തീർന്നു. Have you ran away from the presence of ദൈവവചനത്തോട് God? നിങ്ങൾ മത്സരിക്കുകയുണ്ടായി. You rebelled against God's word. കൽപ്പനകൾ അനുസരിക്കാതെ മാറി മാറി നിൽക്കുവാനിടയാക്കി You തീർന്നു. stepped away from obtaining the commandments of നടത്തിപ്പുകാരോട് എത്ര God. പ്രാവശ്യം You മത്സരിക്കുകയുണ്ടായി. rebelled against the leaders. പിതാക്കന്മാരോട് എത്ര പ്രാവശ്യം You മത്സരിക്കുകയുണ്ടായി. rebelled against the forefathers. പരിശുദ്ധാത്മാവിനോട് എത്ര പ്രാവശ്യം നീ മത്സരിക്കൂ. You rebelled against the Holy Spirit. ദൈവത്തോട് എത്ര പ്രാവശ്യം മത്സരിച്ച് അകത്തകത്ത് പോയി. You rebelled against God and went straight away from Him. എങ്കിലും സ്നേഹത്തിന്റെ ദൈവം വിളിച്ചു പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. Oh, but the Lord of God, the God of love says, I will heal you. അവരുടെ കോപ ദിവസത്തിൽ രക്ഷപ്പെടാൻ ഇടയായി തീരും. From the day of the wrath of God, you will be അവൻ saved. നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. He is a God who will show you നമുക്ക് mercy. നമ്മുടെ ബൈബിൾ അടയ്ക്കാം. Shall we close our നമുക്ക് ഒരു Bibles? നിമിഷം മുഴങ്കാലുകളിൽ നിൽക്കാം. Shall we stand on our അത് നമുക്ക് knees? നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. Let us surrender ourselves absolutely. കേട്ടോ വചനത്തിന് മുൻപാകെ Before the word we heard, കേട്ടോ വചനം സത്യമാകുന്നുവെങ്കിൽ if the word that we heard was true, പുതിയ യെരൂശലേമും സിയോനുമാകുന്ന വിശുദ്ധ നഗരം പഠിത്തത്തിന്റെ പടി പൂർത്തീകരിച്ചിട്ട് after fulfilling the work of New Jerusalem and Zion, താൻ വെളിപ്പെടുമ്പോൾ തന്നോട് കൂടെ ചേർത്ത് കൊള്ളപ്പെടേണ്ടത് നമ്മയും തന്റെ ശരീരത്തിൽ ചേർത്ത് കൊള്ളുവാനിടയായി തീരും. when He appears, He will gather us to His presence as well. തകർന്നും ദുർഗിതമായ ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. God will never deny a broken and നിന്റെ contrite പ്രശ്നങ്ങൾ എന്തു heart. തന്നെയുമായിക്കൊള്ളട്ടെ, Whatever be your problem, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ മതിയായ ദൈവം. He is capable to effect remedy. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ മതിയായ ദൈവം. He is capable to give solution. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിനക്ക് തുറന്നു തന്ന് He is able to open the closed door. മേടുകളെ നിരപ്പാക്കി തന്ന് He is able to grace ഈ straight the good heart. 2024 വർഷത്തിന്റെ പ്രാരംഭ ദിവസത്തിൽ തന്നെ In the very first month of 2024, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ മതിയായ ദൈവം. He is able to do wonders for അവൻ നിന്നെ you. സൗഖ്യമാക്കുന്ന ദൈവമാണ്. He is a God who heals അവൻ you. നിന്നെ വിടുവിക്കുന്ന He ദൈവമാണ്. is a God who delivers you. ഒരു നിമിഷം നിനക്ക് സമ്മതിക്കാമോ? One moment will you accept? തുറന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലാമോ? With an open heart, go nigh to the presence of സ്തോത്രത്തിന്റെ സ്വരം God. ഉയരട്ടെ. With the voice of praise and എല്ലാവരിൽ truth. നിന്നും സ്തോത്രത്തിന്റെ സ്വരം ഉയരട്ടെ. Everybody praise God. പ്രാർത്ഥനയുടെ സ്വരം ഉയരട്ടെ. With the voice of prayer അവൻ rise. പരിശുദ്ധാത്മ ശക്തിയാൽ നിന്നെ നിറയ്ക്കും. He's going to fill you with the പരിശുദ്ധാത്മ anointing. ശക്തിയാൽ നിറയ്ക്കും. He's going to fill you with the power of anointing. തകർന്നു പോയതായ Those that is destroyed. തകർന്നു പോയതായ That is destroyed. ആ ദിവസങ്ങളെ അവൻ മറന്നു കളഞ്ഞിട്ട് He's forgetting those days. തന്റെ മാർവോട് അവൻ അടപ്പാനിടയായി തീരും. He will embrace you to His tent. തന്റെ കോപ ദിവസത്തിൽ ആർക്ക് നിലനിൽപ്പാൻ കഴിയും? On His day of wrath, who is going to stand? ഏറ്റു പറഞ്ഞ് അവനെ അന്വേഷിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും വിടുതൽ പ്രാപിപ്പാൻ കഴിയും. Those who confess and accept, you will be അവൻ spared. വിടുവിക്കുന്ന He ദൈവമാണ്. will deliver ഇന്ന് you. പലവിധമാകുന്ന പ്രശ്നങ്ങളുമായിട്ടായിരിക്കും ഈ ദേശത്തിൽ വന്നത്. Today with umpteen problems, you're in the presence of God. പലവിധമാകുന്ന പ്രശ്നങ്ങൾ നിനക്ക് മുമ്പിൽ With കാണപ്പെട്ടിരിക്കാം. plethora of problems that's നിന്റെ before you. പ്രശ്നങ്ങൾ എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, Whatever be your problem, ദൈവത്തിലേക്ക് സമർപ്പിപ്പേ. oh, surrender to നിനക്ക് വേണ്ടി God. പ്രവർത്തിച്ച ദൈവം, The God who worked for you. പത്രോസിനെ ഓർത്ത ദൈവം, The God who remembered Peter. God പിതാക്കന്മാരെ ഓർത്ത ദൈവം, who remembered the നിനക്ക് forefathers. വേണ്ടി യുദ്ധം ചെയ്ത ദൈവമാണ്. He is going to waste the war എല്ലാവരും for you. സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്താട്ടെ. Absolutely surrender. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം One പ്രാർത്ഥിച്ചാട്ടെ. moment, everybody pray. ദൈവശക്തി വ്യാപരിക്കട്ടെ. The power of ദൈവകൃപ God. വ്യാപരിക്കട്ടെ. The grace of God. ദൈവശക്തി എല്ലാവരും വ്യാപരിക്കട്ടെ. The power of God watching all. മൗനമായിരിക്കാൻ പാടില്ല. Don't be silent. പുറകിലിരിക്കുന്ന കസേരയിലിരിക്കുന്ന എല്ലാവരും Those ഒരുപോലെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. On the chairs, on the guests, സ്തോത്രത്തിന്റെ everybody സ്വരം praise God. ഉയരട്ടെ. Let the voice of praising പ്രാർത്ഥനയുടെ rise. സ്വരം ഉയരട്ടെ. The voice of prayer ഈ rise. ആളിന്റെ മുകളിലേക്ക് ഉയരട്ടെ. Let the praising അവൻ rise. നിന്നെ സഹായിക്കുന്ന ദൈവം. He will help you. സഹായിപ്പാതിരിപ്പാൻ തന്റെ കര അതെ കര കുറുതായി പോയിട്ടില്ല. His hand is not short and not to hell. കേൾപ്പാതിരിപ്പാൻ ചെവി മന്ദമായി His ear പോയിട്ടില്ല. is not deaf not to hear. ആദ്യം പറഞ്ഞ സാക്ഷി നിങ്ങൾ കേട്ടല്ലോ. You did hearken to the ദൈവത്തെ testimony. നോക്കി നിലവിളിച്ചപ്പോൾ When he cried to the ദൈവം Lord, തനിക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ the Lord descended for him. ഇന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് കൊണ്ടുണ്ട്. If so, He's going to അവൻ alight നിന്റെ for you. സമീപം നിൽക്കുകയാണ്. He's standing near you. എല്ലാവരും പ്രാർത്ഥിപ്പേ. Everybody pray. ദൈവശക്തി എല്ലാവരും വ്യാപരിക്കട്ടെ. The power of God ദൈവ working കൃപ all. എല്ലാവരും Let the വ്യാപരിക്കട്ടെ. grace of God operate. കാഹളം കേൾക്കാറോ തന്റെ കാന്ത് ചേർക്കാറോ കാഹളം കേൾക്കാറോ ഹല്ലേലൂയ. തന്റെ കാന്ത് ചേർക്കാറോ ഈ വാസം തീരാറായം സ്വർഗ്ഗകരാരിൽ ചേരാ ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന കോറസാണല്ലോ. എല്ലാവരും ചേർന്ന് പാടി ഒന്ന് ആത്മാവിനെ ആരാധിച്ചാട്ടെ. This is a well-known chorus. Sing together and be filled in the Spirit. കേൾക്കാറായി തന്റെ കാന്തയെ ചേർക്കാറായി കാഹളം കേൾക്കാറായി തന്റെ കാന്തയെ ചേർക്കാറായി ഈ
മരുവാസം തീരാറായി നാം സ്വർഗ്ഗകനാലിൽ ചേരാറായി. ഈ മരുവാസം തീരാറായി നാം സ്വർഗ്ഗകനാലിൽ ചേരാറായി. കേൾക്കാറായി തന്റെ കാന്തയെ ചേർക്കാറായി. ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ പാടുവേ, കൈയ്യടി പാടി ആത്മാവിൽ ആരാധിപ്പേ. Clap your hands and be filled in the Spirit. ദൈവശക്തി എല്ലാവരും വ്യാപരിക്കട്ടെ. The power of God ആ operates in the ദൈവശക്തി Lord. നിങ്ങളെ സൗഖ്യമാക്കുന്നതാണ്. The power of God heals ആ you. ദൈവശക്തി നിങ്ങളെ The power രൂപാന്തരപ്പെടുത്തുന്നതാണ്. of God transforms you. നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. God is going to do wonders for എല്ലാവരും you. ആനന്ദിപ്പേ. Rejoice. സ്വർഗ്ഗകനാലിൽ ചേരാറായി. ഈ വാസം തീരാറായി നാം സ്വർഗ്ഗകനാലിൽ ചേരാറായി. ഈ മരുവാസം തീരാറായി നാം സ്വർഗ്ഗകനാലിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ലബന റബഖടബന ലറബഖതുല ശുരബന ലറബഖറബന ലറബഖതുരുദന ശുരബന ലറബഖതുരുദന ശുരബല. ആമേൻ. ഇത് പോരാ. ആ കുറച്ച് ഒന്നുകൂടെ പാടി എല്ലാവരും ഒന്ന് ആത്മാവിൽ നിറയാരാധിച്ചാടെ. അവൻ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ കുറച്ച് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പാടാം. കാഹളം കേൾക്കാറാൻ തന്റെ കാന്തയെ ചേർക്കാറാൻ. ഹല്ലേലൂയ. തന്റെ കാന്തയെ ചേർക്കാറാൻ. ഈ മരുവാസം തീരാറായി നാം സ്വർഗ്ഗകനാലിൽ ചേരാറായി. ഹല്ലേലൂയ. തീരാറായി നാം സ്വർഗ്ഗകനാലിൽ ചേരാറായി. കേൾക്കാറായി. ആമേൻ. യോബാന റബഖിതിലം ജനഹതിരിദിനക ശുരബന. ഈ മരുവാസം തീരാറായി നാം സ്വർഗ്ഗകനാലിൽ ചേരാറായി. ഈ മരുവാസം തീരാറായി നാം സ്വർഗ്ഗകനാലിൽ ചേരാറായി. ഈ മരുവാസം. ഹല്ലേലൂയ. റബാല റബഖതുലം ഖിനാഖനബനാദിയാദിന. നാം സ്വർഗ്ഗകനാലിൽ ചേരാറായി. ഈ മരുവാസം തീരാറായി നാം സ്വർഗ്ഗകനാലിൽ ചേരാറായി. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Amen. Oh, hallelujah. 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 Tonight we heard that the Lord, that John the Apostle saw in the vision, he saw the holy city, New Jerusalem, descending out of heaven from God. രാത്രികാലം നാം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അപ്പോസ്തലനായ യോഹന്നാൻ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരമാകുന്ന സ്വർഗീയ യെരൂശലേമിനെ ദർശനത്തിൽ കണ്ടു. Having the glory of God. ദൈവത്തിന്റെ തേജസ് ഉള്ളതായിട്ട് ഇറങ്ങി വന്നതാണ്. Amen. God is preparing us as that for that new Jerusalem. ദൈവം നമ്മെ ആ പുതിയ യെരൂശലേമിനായിട്ട് ഒരുക്കുന്നു. As we heard tonight, first of all, let us repent of our sins. ഇന്ന് രാത്രികാലം നാം കേട്ടതുപോലെ ആദ്യം നമുക്ക് നമ്മുടെ പാപങ്ങളെ കുറിച്ച് മാനസാന്തരപ്പെടാം. Then be obedient to the counsel of God in water baptism. ജലസ്നാനത്തിൽ അതിനുശേഷം നമുക്ക് ദൈവത്തിന്റെ ആലോചന അനുസരിക്കാം. We will receive a good conscience. അപ്പോൾ നമുക്കൊരു നല്ല മനസാക്ഷി ലഭിക്കും. Oh, we can enter the kingdom of God. God will baptize us with the Holy Spirit. ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിനായിട്ട് ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യും. Oh, let us tonight yield ourselves to God so that God can continue to give us all the truths to make us as the church ready for New Jerusalem. പുതിയ യെരൂശലേമിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ദൈവസഭയായി നാം മാറേണ്ടതിനായി ദൈവം നമുക്ക് സകല സത്യങ്ങളും വെളിപ്പെടുത്തേണ്ടതിനായി നമുക്ക് വീണ്ടും ദൈവത്തിന്റെ ആ സത്യങ്ങൾക്കായി നമ്മെ തന്നെ സമർപ്പിച്ചു If കൊടുക്കാം. anybody has not repented of his sin to accept Jesus as the Lord and Savior, tonight the Lord is speaking to you. ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് മാനസാന്തരപ്പെടാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. If tonight you have not obeyed the truth of baptism and in the presence of God, the Lord is speaking to you. Submit yourself to obey the counsel of God. Be baptized in water at the hands of the consecrated
at the hands of the consecrated servants of God. ദൈവത്തിന്റെ ആലോചനയാകുന്ന ജലസ്നാനത്തെ അനുസരിക്കാതിരിക്കുന്നവരാണെങ്കിൽ ഇത് രാത്രികാലം ദൈവം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകരുടെ കൈ കീഴിൽ ജലസ്നാനം എടുക്കുവാൻ, ദൈവത്തിന്റെ ആലോചന അനുസരിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുവിൻ. Amen. Now we will, even now, those who have not received the Holy Spirit is going to baptize here. അതെ, ആരെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കാതിരിക്കുന്ന അവരെല്ലാം അവന് അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. Those who humble themselves and repent and confess their sins, they will be exalted. അതെ, ആരെല്ലാം അനുദപിച്ചുകൊണ്ട് പാപങ്ങളെ കുറിച്ച് മനസ്സാന്തരപ്പെട്ട് ആരെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അടുത്തു വരുന്ന അവരെല്ലാം ഇന്ന് മാനിക്കപ്പെടുവാനിടയാകും. Those who rebel against the word of God, ദൈവവചനത്തിനെതിരെ മത്സരിക്കുന്നവരോ, those who do not believe His word, അവന്റെ വചനത്തെ വിശ്വസിക്കാത്തവർ, those who rebel against God, ദൈവത്തിനെതിരെ മത്സരിക്കുന്നവർ, oh, they will be condemned. അവര് ന്യായം വിധിക്കപ്പെടും. Oh, let's surrender ourselves to God's word. ദൈവത്തിന്റെ വചനത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു Shall കൊടുക്കാം. we stand? നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Tonight the Lord is moving in our midst. ഇന്ന് രാത്രി ദൈവം നമ്മുടെ മധ്യ ഉലാവിക്കൊണ്ടിരിക്കുന്നു. The glory of God, the Lord is going to fill you with His glory. ദൈവം അവന്റെ തേജസ്സിനാൽ നമ്മെ നിറയ്ക്കുവാൻ പോകുന്നു. Open your heart. നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുവിൻ. All those who have received the Holy Spirit, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരും speak in tongues. അന്യഭാഷയിൽ സംസാരിക്കുവിൻ. Let the glory of God fill you. ദൈവ തേജസ്സ് നിങ്ങളെ നിറയ്ക്കട്ടെ. For the sake of the word of God and the testimony of Christ, John was exiled to the Isle of Patmos. ദൈവവചന നിമിത്തവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. This is the word that he preached, which is able to present the apostolic doctrine which Jesus taught them, which is able to present every man perfect in Christ. ഇത് യേശു അവരെ പഠിപ്പിച്ചതായ അപ്പസ്തോലിക ഉപദേശമാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്നതായ ഉപദേശമെന്ന് താൻ ഇതിനെ വിശ്വസിക്കുന്നു. Amen. The Lord says, I go to prepare a place for you. കർത്താവ് അരുളിച്ചെയ്തു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. When you receive this gospel നിങ്ങൾ ഈ സുവിശേഷത്തെ സ്വീകരിക്കുമ്പോൾ and surrender to the Holy Spirit, പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ the work of preparation is going on. ഒരു ഒരുക്കത്തിന്റെ പ്രവൃത്തി നടക്കുന്നു. Oh, tonight the work of preparation is going on in heaven. ഇന്ന് രാത്രികാലം സ്വർഗ്ഗത്തിൽ ഒരു ഒരുക്കത്തിന്റെ പ്രവൃത്തി When you നടന്നുകൊണ്ടിരിക്കുന്നു. are filling with the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ your place is being ready in heaven. സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കപ്പെടുന്നു. In New Jerusalem, പുതിയ യെരൂശലേമിൽ, in Zion, സിയോനിൽ speak in tongues. അന്യഭാഷയിൽ സംസാരിക്കവേ. Amen. 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 Hallelujah. Speak in tongues. അന്യഭാഷയിൽ സംസാരിക്കുവിൻ. When the Lord is doing His work to the Holy Spirit, He is changing you from glory to glory through the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ അവൻ നിങ്ങളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. Amen. The heart will be full of the hope of the coming of the Lord. അതേ, ഹൃദയം കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയാൽ When നിറഞ്ഞിരിക്കും. Jesus comes, യേശു വരുമ്പോൾ I will be the bride of the Lamb. ഞാൻ കുഞ്ഞാടിന്റെ കാന്തയായി മാറും. Speak in tongues. അന്യഭാഷയിൽ സംസാരിക്കുവാൻ. Amen. We heard about the humility that we need. നമുക്ക് ആവശ്യമുള്ള താഴ്മയെ കുറിച്ച് നമ്മൾ കേട്ടതാണല്ലോ. Oh, Jesus humbled Himself. യേശു തന്നെ താൻ താഴ്ത്തി. To the uttermost there, the cross of Calvary. കാൽവരി ക്രൂസിലെ അവസ്ഥയോളം തന്നെ താൻ താഴ്ത്തി. He was exalted to the highest. താൻ ഏറ്റവും ഉന്നതത്തിലേക്ക് ഉയർത്തപ്പെട്ടു. Oh, children of God. അതേ ദൈവജനമേ, The more we surrender now to that humility of Christ, നാം ഇപ്പോൾ എത്രയധികമായി ക്രിസ്തുവിന്റെ താഴ്മയ്ക്കായി the നമ്മെ Lord is സമർപ്പിക്കുന്നു. taking you, preparing you to be with Him. ദൈവം നിങ്ങളെ അവനോടുകൂടെ ഇരിക്കുവാൻ ഒരുക്കുന്നു. Receive that anointing. ആ അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളുവിൻ. Receive that glory of His humility. അവന്റെ താഴ്മയുടെ തേജസ് പ്രാപിച്ചുകൊള്ളുവിൻ. We are going to close the meeting. നാം ഈ യോഗം അവസാനിക്കുവാൻ പോകുന്നു. In this anointing, ഈ അഭിഷേകത്തോടുകൂടെ you are going to be taken to the highest through that humility. ആ താഴ്മയിൽ കൂടെ ഏറ്റവും ഉന്നതത്തിലേക്ക് നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുവാൻ Oh, speak പോകുന്നു. in tongues. അന്യഭാഷയിൽ സംസാരിക്കവേ. Don't keep quiet. മൗനമായി ഇരിക്കരുതേ. Amen.
Hallelujah. Amen. For all the precious counsel our God has given us tonight, for all the precious word that He has given us, so that we may be brought to that very glory of God and be found as the city of Zion for the servants of God. Oh, built up, and when the Lord builds up Zion, He's going to appear in His glory. Likewise, when the Lord builds up Jerusalem, He is going to appear in His glory to gather us to be with Him in that city eternally. Shall we praise Him? ദൈവം നമുക്ക് നൽകിയ എല്ലാ വിലയേറിയ ആലോചനകൾക്കായി, ദൈവം നമുക്ക് നൽകിയ ആ വിലയേറിയ വചനങ്ങൾക്കായി കർത്താവ് സിയോനെ പണിയുകയും മഹത്വത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്യും. തന്റെ ശുശ്രൂഷകർക്ക് വേണ്ടി അവൻ സിയോനെ പണിതുകൊണ്ടിരിക്കുന്നു. അവന്റെ ജനത്തിന് വേണ്ടി അവൻ യെരൂശലേമിനെ പണിതുകൊണ്ടിരിക്കുന്നു. അത് പണിത് പൂർത്തിയാക്കി അവൻ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ ചേരുവാനിടയാകണം. അതിനായിട്ട് നാം എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah, we praise you, Lord. We thank you, Lord. Oh, you are faithful. Oh, for building us up Zion in New Jerusalem. Thank you, Lord. He is changing us from glory to glory. അവൻ നമ്മെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. When we humble ourselves, നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, when we humble and repent of our sins, നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മെ തന്നെ താഴ്ത്തി നാം അനുദപിക്കുമ്പോൾ, when we humble and obey God's word, നമ്മെ തന്നെ താഴ്ത്തി ദൈവവചനം അനുസരിക്കുമ്പോൾ, when we humble and submit to the Holy Spirit and do not rebel to the Holy Spirit, നമ്മെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മാവിന് വിരോധമായി മത്സരിക്കാതെ when we ഇരിക്കുമ്പോൾ, submit to the leader, നടത്തിപ്പുകാർക്ക് when കീഴടങ്ങിയിരിക്കുമ്പോൾ, we submit to God. നാം ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ, Oh, for children when they submit to their parents, അതേ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് oh, we കീഴടങ്ങിയിരിക്കുമ്പോൾ, are going to be taken from glory to glory. അതേ നാം തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് When എടുത്തുകൊള്ളപ്പെടുവാൻ Jesus comes, we are going to be seen as the bride, having the glory of God, that glorious church. Shall we praise Him? അതേ കർത്താവ് വരുമ്പോൾ അവന്റെ മണവാട്ടിയെ ചേരുവാൻ പോകുന്നു. ആ ദൈവത്തിന്റെ അതേ ആ നഗരത്തിന്റെ തേജസ്സുള്ളവരായി, സഭയുടെ തേജസ് പ്രാപിച്ചവരായി അവനോട് ചേരുവാൻ പോകുന്നു. അതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Amen. Thank you, Lord. We praise you, Lord. Thank you, Jesus. Praise you, Lord. We give you all glory, O God. Amen. Let us pray. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന മഹത്വപ്പെടുന്ന സ്തുതിക്കുന്ന കർത്താവേ, നിഗൃഹീതമായ കൺവെൻഷന്റെ രണ്ടാം രാത്രി യോഗത്തിലും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് വാനദൂത സജീവമായി കടന്നു വന്ന് അടിയങ്ങളെ സമൃദ്ധി അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാൽ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുസന്നിധിയിൽ വന്ന സമയം മുതൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും പാടി സ്തുതിച്ച് ആത്മാവിൽ ആരാധിച്ച് ഞങ്ങളുടെ പ്രസാദം പ്രാപിപ്പാൻ, ആത്മീയവർദ്ധന പ്രാപിപ്പാൻ ഇതുവരെ സഹായിച്ചുകൊണ്ടിരുന്നതിനാൽ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവമേ ആത്മീയവർദ്ധന വരുത്തുന്ന ഒരു സാക്ഷ്യത്തെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, അമീൻ കർത്താവേ, ഇന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ജീവിക്കുന്നുള്ളതായ അനുഭവത്തോടുള്ള സാക്ഷി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, സാക്ഷ്യം കേട്ടവരുടെ ജീവിതത്തിലെല്ലാം ഇനിയും ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ വെളിപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി ആ പ്രിയപ്പെട്ടവരിലും കുടുംബത്തിലോ യേശു ക്രിസ്തു നമ്മളോളം പൂർത്തീകരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രിയും കടന്നു വന്ന ജനത്തിനാവശ്യമായ, ദേശത്തിനാവശ്യമായ അരുളപ്പാടുകളെ ഞങ്ങളുടെ ദാസന്മാരിൽ കേൾപ്പിച്ചതിനായി സ്തോത്രം. വരിക കുഞ്ഞാടിനെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാവുന്ന തിരുവചന പ്രകാരം കർത്താവേ, പുതിയ കുറിച്ച്, സ്വർഗസിയോനെ കുറിച്ച് കർത്താവേ, പ്രത്യാശയുടെ തിരുവചന സത്യങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനാൽ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു അനാദി നിർണയമാകുന്നു കർത്താവിൻ്റെ തിരുസഭ മണവാട്ടി എന്നുള്ളത്. അത് അനേകർക്ക് ഇത് മറന്നിരിക്കുന്നെങ്കിലും കർത്താവെ സ്തോത്രത്തിൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് അത് വെളിപ്പെടുത്തി കർത്താവെ അപ്പോസ്തല ഉപദേശത്തിലൂടെ കർത്താവെ ഞങ്ങൾക്കത് അതിനുവേണ്ടി ഒരുങ്ങുവാനൊക്കെ നിങ്ങളതായ കൂടിയവരുകളെ തന്നുകൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ലോകത്തിൽ അനേക നഗരങ്ങളുണ്ടായിട്ടുണ്ട്. ആ നഗരങ്ങളെല്ലാം ദൈവത്തോട് മത്സരിക്കുന്ന നഗരങ്ങളായി തീർന്നതുകൊണ്ട് അവയ്ക്കുണ്ടായ ന്യായവിധിയെക്കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചനായി സ്തോത്രം. അശൂരിനും നിനവേക്കും കർത്താവെ ബാബിലോണിനും ഒക്കെ ഉണ്ടായ ന്യായവിധിയെക്കുറിച്ച് കേൾപ്പിച്ചനായി സ്തോത്രം. ഹമാനുണ്ടായ ന്യായവിധിയെക്കുറിച്ച്, പരീക്ഷനുണ്ടായ തള്ളപ്പെട്ട അവസ്ഥയെക്കുറിച്ചും എല്ലാം ഞങ്ങളെ കേൾപ്പിച്ച് കർത്താവെ ചുങ്കക്കാരനെ പോലെ താഴ്ത്തുന്നവർക്ക് കർത്താവെ സ്തോത്രം സ്തോത്രം അംഗീകരിക്കപ്പെടുവാൻ കഴിയുന്ന രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാല കർത്താവിൻ്റെ വചനത്തോട് മത്സരിക്കാത്തവരായി, പരിശുദ്ധന്മാരോട് മത്സരിക്കാത്തവരായി, വചനത്തെ അനുസരിച്ച് വചനത്തോട്
ദൈവത്തോട് ജലസ്നാനം സ്വീകരിക്കുന്നവരായി പരിശുദ്ധാത്മനെ കാത്തിരുന്ന് പ്രാപിക്കുന്നവരായി അമീൻ കർത്താവേ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നതായ ആ പുതിയ യെരൂശലേമായി സിയോനായി തീരുവാനെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. യഹോവ സിയോനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവത്തിന് നിത്യമായ വാസസ്ഥലമാകുന്നു. യഹോവ യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പിടക്കോഴി തന്നെ കുഞ്ഞുങ്ങളെ ചെറുങ്ങൾ ചേർക്കുന്ന പോലെ യെരൂശലേമേ യെരൂശലേമേ എന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്ക് മനസ്സായില്ല. കർത്താവേ പഴയ നിയമമായ ഇസ്രായേൽ തള്ളപ്പെട്ട സ്ഥാനത്ത് പൂർണ്ണ മനസ്സോടെ ആരെല്ലാം ദൈവകൽപ്പന അനുസരിക്കുന്നുവോ അതേ സത്യത്തിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരെ ചെറുകടയിൽ ചേർക്കുവാൻ മനസ്സലിവുള്ളനായ മണവാളനായ കർത്താവേ തന്റെ തിരുസഭയെ പണിത് അമേ മണവാട്ടിയായി തന്നെ ചെറുകടയിൽ ചേർക്കുവാൻ ശക്തനായി കടന്നു വന്ന് ഞങ്ങളോട് അലച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവത്തിന്റെ വ്യവസ്ഥയോടെ മത്സരിക്കാത്തവരായിട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് വചനത്തെ അനുസരിച്ച് നടത്തിപ്പാരെ അനുസരിച്ച് അതായത് അപ്പോസ്തല ഉപദേശങ്ങളെ അനുസരിച്ച് അത്രയും വേഗം മണവാളനരൂപമായ മണവാട്ടിയായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ പുതിയ വിശുദ്ധ നഗരമായി ദൈവത്തിന് സ്തോത്രം സ്തോത്രം ആമേൻ കർത്താവിനോട് ചേർത്ത് പണയപ്പെടുന്നതായ വലിയ രീതിയിലുള്ള കല്ലുകളായി ചേർത്ത് പണയപ്പെട്ട പുതിയ സിയോനുമായി താവിന്റെ സഭ വെളിപ്പെടാൻ പോകുന്നു. ഞങ്ങൾ ഓരോരുത്തരും ആ പ്രത്യാശ ചേർത്ത് പണയപ്പെടുവാൻ നിങ്ങളായ ആത്മീയ കൂട്ടായ്മകൾ തരുന്നതിനാൽ സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി പ്രവർത്തിച്ച് അമേ കർത്താവിന്റെ അനാദിതയുള്ള പ്രവൃത്തി പൂർണ്ണമായി ചെയ്തേക്കണമേ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ ഘോഷിക്കുവാൻ ദാസനെ ശക്തിരച്ചനായി സ്തോത്രം. ഇനിയും 1000-10,000 പ്രയോജനപ്പെടുത്തണം, തിരുനാമത്തെ ലാഭത്തിലെ മഹത്വപ്പെടുത്തണം. കഥാവേ ആമീൻ കഥാവായ യേശുവേ വേഗം വരണമേ എന്നുള്ള മണവാട്ടിയുടെ ശബ്ദങ്ങൾ പുറപ്പെടട്ടെ. ഇതോ ഞാൻ വേഗമുള്ള മണവാളുടെ ശബ്ദം കേട്ടുകൊണ്ട് അവരോടൊരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. Amen. Now may the grace of our Lord Jesus Christ, the love of God the Father, and the sweet fellowship of the Holy Spirit rest and abide with each and every one of us until Jesus appears in all his glory. Amen. Hallelujah.